ഈ ചാനലിന്റെ വളർച്ച എന്ന് പറയുന്ന സുഹൃത്തുക്കളെ നിങ്ങളുടെ സബ്സ്ക്രിപ്ഷനും അതിനോടൊപ്പം തന്നെ നിങ്ങളുടെ സപ്പോർട്ടുമാണ്. ഒത്തിരി സുഹൃത്തുക്കൾ ഇപ്പോഴും സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നുണ്ട്. ദയവ് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് ഈ ചാനൽ ഒന്ന് സപ്പോർട്ട് ചെയ്യുക, സഹായിക്കുക. നമസ്കാരം, PSC ടുഡേ യൂട്യൂബ് ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം. സുഹൃത്തുക്കളെ, നിങ്ങൾ എല്ലാവരും കാത്തിരുന്ന LGS മാരത്തോൺ ഡേ 2024 100 ഡേയ്സ് ചലഞ്ച് ആരംഭിക്കുകയാണ്. അപ്പോൾ ഇതാണ് നമ്മുടെ LGSന്റെ ഓൺലൈൻ ക്ലാസിന്റെ പേര്. സുഹൃത്തുക്കളെ എല്ലാവരും ഒരു കാര്യം കൂടി ഒന്ന് ഓർത്തോളേ, നമ്മുടെ ടെലിഗ്രാം ചാനലിൽ ജോയിൻ ചെയ്യാത്ത സുഹൃത്തുക്കളെ ഒന്ന് ജോയിൻ ചെയ്യുക. ഇവിടെ പറയാത്ത കുറച്ച് വർക്കൗട്ട് ക്വസ്റ്റ്യൻസ് ഒക്കെ നമുക്ക് അതിനകത്ത് ആഡ് ചെയ്ത് പഠിക്കേണ്ടതുണ്ട്. അപ്പോൾ എല്ലാ സുഹൃത്തുക്കൾക്കും സുസ്വാഗതം നമ്മുടെ ഏറ്റവും പുതിയ LGS മാരത്തോൺ 2024ലേക്ക്. ഇനി നമുക്ക് നോക്കാനുള്ളത് 2024 LGSന്റെ സ്റ്റഡി പ്ലാൻ ആണ്. ആദ്യം പറയട്ടെ, നമ്മുടെ വീഡിയോ കാണുന്ന ഒട്ടുമിക്ക സുഹൃത്തുക്കളും ഒന്നുകിൽ ജോലിയുള്ളവരായിരിക്കും അല്ലെങ്കിൽ വീട്ടമ്മമാരായിരിക്കും. അപ്പോൾ എന്തായാലും സുഹൃത്തുക്കളെ, നിങ്ങൾ ഒരു ദിവസം 2 മണിക്കൂർ പഠിക്കണം. ഇമ്പോർട്ടന്റ് ആണ്. നിങ്ങൾ ഒരു ദിവസം 2 മണിക്കൂർ എന്ത് ചെയ്യണം, നമ്മുടെ LGS പഠനത്തിന് വേണ്ടിയിട്ട് മാറ്റിവെക്കണം. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഇനി നമ്മുടെ മുമ്പിൽ ഏകദേശം 100 ദിവസമുണ്ട്. ഈ 100 ദിവസം കൊണ്ട് സുഖമായിട്ട് നമുക്ക് 2024 LGS ക്ലിയർ കട്ട് ചെയ്യാൻ പറ്റും. അപ്പോൾ ശ്രദ്ധിക്കണേ, ദിവസവും 2 മണിക്കൂർ നിങ്ങൾ പഠിക്കാൻ ശ്രമിക്കണം. അതിപ്പോ ട്രാവൽ ചെയ്യുന്ന സമയത്തായിരിക്കാം, ഇല്ലെങ്കിൽ രാവിലെ എഴുന്നേക്കുന്ന സമയത്തായിരിക്കാം, ഇല്ലെങ്കിൽ ഒരു ഉച്ചമയക്കത്തിന് മുമ്പായിരിക്കാം. എപ്പോഴെങ്കിലും അരമണിക്കൂർ വെച്ചോ 1 മണിക്കൂർ വെച്ചോ എങ്ങനെയായിരുന്നാലും ഒരു ദിവസം നമ്മൾ 2 മണിക്കൂർ പഠിക്കുവാനുള്ള സമയം LGSന് വേണ്ടിയിട്ട് നമ്മൾ കാണും. രണ്ടാമതായിട്ട് നമ്മൾ പഠിക്കുവാനുള്ളത് മുൻകാല ചോദ്യങ്ങൾ അഥവാ പ്രീവിയസ് ചോദ്യങ്ങൾ കൂടുതലായിട്ട് പരിഗണിച്ച് പഠിക്കണം എന്നുള്ളതാണ്. അപ്പോൾ ഇപ്പൊ നടന്ന 2024 ഏകദേശം 5ഓളം LGSന്റെ മെയിൻ എക്സാമുകൾ നടന്നിട്ടുണ്ടായിരുന്നു, അല്ലെങ്കിൽ LGSന്റെ അതേ സിലബസ് ബേസിലുള്ള എക്സാമുകൾ നടന്നിരുന്നു. ഇതിൽ നിങ്ങൾക്ക് നോക്കിയാൽ മനസ്സിലാകും, ഒരുപാട് ചോദ്യങ്ങൾ പ്രീവിയസ് ആയിട്ട് വന്നിട്ടുള്ളവയാണ്. അതായത് വർഷങ്ങളായിട്ട് PSC ചോദിച്ചുകൊണ്ടിരിക്കുന്ന ചോദ്യങ്ങൾ തന്നെ അതുപോലെ എടുത്ത് ചോദിച്ചിരിക്കുകയാണ്. അപ്പോ നമ്മൾ എന്തായിരുന്നാലും LGS പഠിക്കുന്ന ഒരു ഉദ്യോഗാർത്ഥി ഉണ്ടെങ്കിൽ അതിനകത്ത് മുൻകാല ചോദ്യങ്ങൾ അല്ലെങ്കിൽ പ്രീവിയസ് ചോദ്യങ്ങൾ മസ്റ്റ് ആയിട്ട് പഠിച്ചിരിക്കണം. അതിൽ യാതൊരു വ്യത്യാസവും ഇല്ല. മുൻകാല ചോദ്യങ്ങൾ പഠിക്കണം. 2023-2024 കാലയളവിലെ ആനുകാലിക സംഭവങ്ങൾ പഠിക്കണം. അഥവാ കറണ്ട് അഫയേഴ്സ് നമ്മൾ പഠിക്കണമെങ്കിൽ എവിടെ തുടങ്ങണം? 2024-2023 കാലഘട്ടത്തിലുള്ള പ്രധാനപ്പെട്ട എല്ലാ ആനുകാലിക സംഭവങ്ങളും നമ്മൾ പഠിച്ചിരിക്കണം. കാരണം LGSന്റെ ഈ 5 പ്രീവിയസ് ക്വസ്റ്റ്യൻസ് നോക്കിയപ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവും, ഏകദേശം 2023-2024 ഇടയിൽ നടന്നിട്ടുള്ള പ്രധാനപ്പെട്ട സംഭവങ്ങളാണ് ഏറ്റവും കൂടുതൽ PSC കറണ്ട് അഫയേഴ്സ് മേഖലയിൽ ചോദിച്ചിട്ടുള്ളത്. അതുകൊണ്ട് അതൊന്ന് വ്യക്തമായിട്ട് നമുക്ക് പഠിക്കേണ്ടതുണ്ട്. പിന്നെ നമ്മൾ പറയുന്നതാണ് കണക്ക് അല്ലെങ്കിൽ ഗണിത മേഖല. ഗണിത മേഖലയിലെ ചോദ്യങ്ങൾ മുൻകാല ചോദ്യങ്ങൾ എടുത്ത് പരിശീലിക്കുക തന്നെ വേണം. അത് ഇമ്പോർട്ടന്റ് ആണ്. ഗണിത മേഖലകളിൽ മുൻകാല ചോദ്യങ്ങൾ എടുത്ത് പരിശീലിച്ച് തന്നെ പഠിക്കണം. ഇപ്പൊ എല്ലാ ദിവസവും മാത്സ് പഠിക്കണമെന്നൊന്നുമില്ല, എന്നാലും ആഴ്ചയിൽ ഒരു 2 ദിവസമെങ്കിലും നമ്മൾ മാത്സിന് വേണ്ടി മാറ്റി വെക്കണം കേട്ടോ. എല്ലാ ദിവസവും മാത്സ് പഠിക്കണമെന്ന് ഞാൻ പറയില്ല, പക്ഷെ സുഹൃത്തുക്കളെ, ഒരാഴ്ചയിൽ 2 ദിവസമെങ്കിലും മാത്സ് വ്യക്തമായിട്ട് അല്ലെങ്കിൽ ഗണിതം വ്യക്തമായിട്ട് അത് പരിശീലിക്കുക തന്നെ വേണം. എഴുതി തന്നെ പഠിക്കണം സുഹൃത്തുക്കൾ. എഴുതി തന്നെ മാത്സ് പഠിക്കാൻ ശ്രമിക്കണം. ഇല്ലെന്നുണ്ടെങ്കിൽ എക്സാം ഹാളിൽ എത്തുമ്പോൾ നമ്മൾ മറന്നുപോകും. മാക്സിമം മാത്സ് ക്വസ്റ്റ്യൻസും വർക്ക്ഔട്ട് ചെയ്ത് തന്നെ പഠിക്കാൻ ശ്രമിക്കുക. അഞ്ചാമതായി നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യമാണ് പാഠപുസ്തകത്തിലെ സുപ്രധാന ചോദ്യങ്ങൾ. അഞ്ചാമതായി നമ്മൾ ശ്രദ്ധിക്കേണ്ട എന്താണ്? പാഠപുസ്തകത്തിലെ സുപ്രധാന ചോദ്യങ്ങൾ. പാഠപുസ്തകം വലിച്ചുവാരി പഠിക്കാതെ അതിൽ ആവശ്യമുള്ള നമ്മുടെ ടോപ്പിക് ബേസിലുള്ള ഒത്തിരി പോയിന്റ്സ് കാണും. അത്തരം പോയിന്റ്സിനെ നമ്മൾ സെലക്ട് ചെയ്ത് പഠിക്കണം. അതിനോടൊപ്പം തന്നെ ഏറ്റവും ഇമ്പോർട്ടന്റ് ആണ്, ആഴ്ചയിൽ ഒരിക്കൽ 25 മാർക്കിന്റെ മോക്ക് ടെസ്റ്റ് എഴുതുകയും വേണം. 25 മാർക്കിന്റെ മോക്ക് ടെസ്റ്റ് ആഴ്ചയിൽ ഒരിക്കൽ നമ്മൾ കണ്ടക്ട് ചെയ്യുക അല്ലെങ്കിൽ എഴുതുകയും വേണം. അതും എന്താണ്, ഒരു ഇമ്പോർട്ടന്റ് ആണ്. അത് എഴുതുന്ന സമയത്ത് എങ്ങനെയാണോ നമ്മൾ PSC എക്സാമിന് എഴുതുന്ന അതുപോലെ തന്നെ ടൈം എല്ലാം സെറ്റ് ചെയ്ത് വെച്ച് മോക്ക് ടെസ്റ്റ് ചെയ്യാനും ശ്രമിക്കണം. അപ്പോൾ ഇതിനകത്ത് സുഹൃത്തുക്കളെ ഒത്തിരി പോയിന്റ്സ് നമ്മൾ പറഞ്ഞില്ല, ഇങ്ങനെ പഠിക്കണം എന്ന്. ഇതിനകത്ത് ഈ ഒന്നാമത്തെ പോയിന്റ് ഒഴിച്ച് ബാക്കിയുള്ള 2, 3, 4, 5, 6 നിങ്ങൾ ഒരു ടെൻഷനും വേണ്ട. നമ്മുടെ ചാനലിൽ കൃത്യമായിട്ട് അതിനുള്ള ക്ലാസ്സുകൾ അപ്ലോഡ് ആകുന്നതാണ്. പക്ഷെ ആ ഒന്നാമത് പറഞ്ഞ പോയിന്റ്, അതായത് ആ 2 മണിക്കൂർ പഠിക്കേണ്ട സമയം, അത് സുഹൃത്തുക്കളെ നിങ്ങൾ കണ്ടെത്തണം. അത് മാത്രം നിങ്ങൾ കണ്ടെത്തിയാൽ മതി. ബാക്കി താഴേക്ക് പറഞ്ഞിരിക്കുന്നത് എല്ലാം നമ്മുടെ ചാനലിൽ നിങ്ങൾക്ക് ലഭിക്കുന്നതാണ്. നിങ്ങൾ കണ്ടെത്താനുള്ളത് നിങ്ങളുടെ സമയം മാത്രമാണ്. അപ്പോൾ ഒരു ദിവസം 2 മണിക്കൂർ നമ്മൾ പഠനത്തിന് വേണ്ടി മാറ്റിവെക്കണം. എല്ലാ ആഴ്ചയും സൺഡേസിൽ നമ്മൾ എന്ത് ചെയ്യും, ഒരു 25 മാർക്കിന്റെ മോക്ക് ടെസ്റ്റ്. അത് നമ്മൾ തിങ്കൾ മുതൽ ശനി വരെ പഠിച്ചിട്ടുള്ള മുഴുവൻ പോയിന്റ്സും ചേർത്തുകൊണ്ട് ഒരു മോക്ക് ടെസ്റ്റ് കൂടെ നമ്മൾ കണ്ടക്ട് ചെയ്യാം. അപ്പൊ ഇതാണ് നമ്മുടെ സ്റ്റഡി പ്ലാൻ എന്നുള്ളത്. അപ്പോൾ നമുക്ക് ഇന്ന് മുതൽ നമ്മുടെ പഠനം അങ്ങ് ആരംഭിക്കാം. എല്ലാ സുഹൃത്തുക്കൾക്കും ഓൾ ദി ബെസ്റ്റ്. നിങ്ങൾക്ക് എല്ലാവരും LGS റാങ്ക് ലിസ്റ്റിൽ ഉണ്ടായിരിക്കും, ഉറപ്പാണ്. അപ്പൊ നമുക്ക് സമയം കളയണ്ട. ഇന്ന് എന്താണ് പഠിക്കാനുള്ളത് എന്ന് നമുക്ക് നോക്കാം. നമ്മുടെ LGS 100 ഡേയ്സ് ചലഞ്ചിന്റെ ഡേ 3 ആണെന്ന്.
ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് കേരള ഭൂമിശാസ്ത്രവുമായി ബന്ധപ്പെട്ട കേരളത്തിലെ നദികളുമായി ബന്ധപ്പെട്ട ക്ലാസ് ആണ് ഇന്ന് എടുക്കാൻ പോകുന്നത്. സുഹൃത്തുക്കൾ ശ്രദ്ധിക്കുക. അതുപോലെ തന്നെ സുഹൃത്തുക്കളെ, നിങ്ങൾ എല്ലാവരും സേഫ് ആയിട്ടിരിക്കുക. ഒത്തിരി ജില്ലകളിൽ നിന്ന് റെഡ് അലർട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും മാക്സിമം സേഫ് ആയിട്ടിരിക്കാൻ ശ്രദ്ധിക്കുക. അതിനോടൊപ്പം തന്നെ നമ്മളെ വിട്ടുപോയ നമ്മുടെ സുഹൃത്തുക്കൾക്ക് വേണ്ടി ഒരു നിമിഷം പ്രാർത്ഥിക്കുകയും ചെയ്യുക. അവരുടെ കുടുംബത്തിനെ നമ്മുടെ പ്രാർത്ഥനകളിൽ അവരുടെ കുടുംബത്തെ കൂടി നമ്മൾ ഉൾപ്പെടുത്തുക. അപ്പോൾ നമുക്ക് പോകാം. നമ്മുടെ LGS 100 Days Challenge Day 3 ആണെന്ന്. ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് എന്താ സുഹൃത്തുക്കളെ? കേരള ഭൂമിശാസ്ത്ര മേഖലയില് കേരളത്തിലെ നദികളാണ്. അതിന്റെ പാർട്ട് 1 ആണ് നമ്മൾ നോക്കാൻ പോകുന്നത്. എന്തൊക്കെയാണ് പഠിക്കാനുള്ളതെന്ന് നമുക്കൊന്ന് നോക്കാം. എന്താ സുഹൃത്തുക്കളെ നദികൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ? എന്താണ് നദികൾ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പഠിക്കുക, 15 കിലോമീറ്ററിൽ കൂടുതൽ നീളമുള്ള, എത്ര കിലോമീറ്റർ ആണ്? 15 കിലോമീറ്ററിൽ കൂടുതൽ നീളമുള്ള ജലപാതങ്ങളെ കേരള സർക്കാർ നദികളായി പ്രഖ്യാപിച്ചിരിക്കുന്നു. പഠിച്ചോളനെ, 15 കിലോമീറ്ററിൽ കൂടുതൽ നീളമുള്ള ജലപാതങ്ങളെ കേരള സർക്കാർ നദികളായി കണക്കാക്കുന്നു. കേരളത്തിലൂടെ ഒഴുകുന്ന നദികൾ ഉത്ഭവിക്കുന്ന മലനിര പശ്ചിമഘട്ട മലനിര. കേരളത്തിലൂടെ ഒഴുകുന്ന നദികളുടെ എല്ലാം ഉത്ഭവസ്ഥാനം എന്ന് പറയുന്നത് ആരാണ്? പശ്ചിമഘട്ട മലനിരകളാണ്. വീണ്ടും പറയുന്നു, കേരളത്തിലൂടെ ഒഴുകുന്ന നദികൾ ഉത്ഭവിക്കുന്ന മലനിര ഏതാണ്? പശ്ചിമഘട്ട മലനിരകളാണ്. കേരളത്തിലെ നദികളുടെ എണ്ണം 44. നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന പോയിന്റ് ആണ്. കേരളത്തിലെ നദികളുടെ എണ്ണം 44 ആണ്. പടിഞ്ഞാറോട്ട് ഒഴുകുന്ന നദികളുടെ എണ്ണം 41 ആണ്. കേരളത്തിലെ പടിഞ്ഞാറോട്ട് ഒഴുകുന്ന നദികളുടെ എണ്ണം ചോദിച്ചാൽ എത്രയാണ്? 41 ആണ്. അല്ലെങ്കിൽ അറബിക്കടലിനെ ലക്ഷ്യമാക്കി ഒഴുകുന്ന നദികളുടെ എണ്ണം ചോദിച്ചാലും എത്രയാണ്? 41 ആണ് കേട്ടോ. അതുപോലെ തന്നെ കേരളത്തിൽ 100 കിലോമീറ്റർ കൂടുതൽ നീളത്തിൽ ഒഴുകുന്ന നദികളുടെ എണ്ണം ചോദിച്ചാൽ അത് 11 ആണ്. വളരെ വളരെ ഇമ്പോർട്ടന്റ് ആണ്. കേരളത്തിലെ 100 കിലോമീറ്റർ കൂടുതൽ നീളത്തിൽ ഒഴുകുന്ന നദികളുടെ എണ്ണം ചോദിച്ചു കഴിഞ്ഞാൽ അത് 11 നദികൾക്കാണ് 100 കിലോമീറ്റർ കൂടുതൽ നീളമുള്ളത്. കേരളത്തിലൂടെ ഒഴുകുന്ന നദികൾ ഉത്ഭവിക്കുന്ന ഭൂപ്രകൃതി വിഭാഗം ചോദിച്ചാൽ അത് മലനാടാണ്. ഇമ്പോർട്ടന്റ് ആണ്, കൺഫ്യൂഷൻ ആവല്ലേ. കേരളത്തിലൂടെ ഒഴുകുന്ന നദികൾ ഉത്ഭവിക്കുന്ന ഭൂപ്രകൃതി വിഭാഗം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മുടെ മലനാടാണ്. നമ്മുടെ കേരളത്തിനെ മലനാട്, ഇടനാട്, തീരപ്രദേശം എന്നിങ്ങനെ 3 ഭൂപ്രകൃതി വിഭാഗമായിട്ട് നമ്മൾ തിരിച്ചിട്ടുണ്ട്. അതിൽ മലനാട് നിന്നാണ് ഏറ്റവും കൂടുതൽ കേരളത്തിലെ നദികൾ ഉത്ഭവിക്കുന്നത്. ഇങ്ങനെ തന്നെ പഠിക്കണേ. അപ്പോൾ കേരളത്തിലൂടെ ഒഴുകുന്ന നദികൾ ഉത്ഭവിക്കുന്ന മലനിര ചോദിച്ചാൽ പശ്ചിമഘട്ട മലനിര. എന്നാൽ കേരളത്തിലൂടെ ഒഴുകുന്ന നദികൾ ഉത്ഭവിക്കുന്ന ഭൂപ്രകൃതി വിഭാഗം എന്ന് ചോദിച്ചാൽ അത് മലനാടുമാണ്. പഠിക്കുക. ഒന്നുകൂടി പറയാം സുഹൃത്തുക്കളെ, ശ്രദ്ധിക്കുക. 15 കിലോമീറ്റർ കൂടുതൽ നീളമുള്ള ജലപാതങ്ങളെ കേരള സർക്കാർ നദികളായി കണക്കാക്കുന്നു. കേരളത്തിലൂടെ ഒഴുകുന്ന നദികൾ ഉത്ഭവിക്കുന്ന മലനിര ചോദിച്ചാൽ പശ്ചിമഘട്ട മലനിര. കേരളത്തിലെ നദികളുടെ എണ്ണം 44 ആണ്. പടിഞ്ഞാറോട്ട് ഒഴുകുന്ന നദികളുടെ എണ്ണം ചോദിച്ചാൽ 41. ഇല്ലെങ്കിൽ എങ്ങനെ പഠിക്കണം സുഹൃത്തുക്കളെ? അറബിക്കടലിൽ ലക്ഷ്യമാക്കി ഒഴുകുന്ന കേരളത്തിലെ നദികളുടെ എണ്ണം ചോദിച്ചാൽ 41 ആണ്. കേരളത്തിലെ 100 കിലോമീറ്റർ കൂടുതൽ നീളമുള്ള നദികൾ ചോദിച്ചാൽ അത് 11 എണ്ണമാണ്. കേരളത്തിലൂടെ ഒഴുകുന്ന നദികൾ ഉത്ഭവിക്കുന്ന ഭൂപ്രകൃതി വിഭാഗം എന്ന് ചോദിച്ചാൽ അത് മലനാടാണ്. പഠിക്കുക. അടുത്തതായി നമുക്ക് പഠിക്കാനുള്ളത് കേരളത്തിൽ കിഴക്കോട്ടൊഴുകുന്ന നദികൾ എത്രണമെന്നാണ്. കേരളത്തിലെ കിഴക്കോട്ടൊഴുകുന്ന നദികൾ എത്രയെണ്ണമെന്നാണ് നമുക്ക് നോക്കാനുള്ളത്. നമുക്ക് നോക്കാം സുഹൃത്തുക്കളെ. കേരളത്തിൽ കിഴക്കോട്ടൊഴുകുന്ന നദികളുടെ എണ്ണം എത്രയാണ്? 3 നദികളാണല്ലേ. കേരളത്തിൽ കിഴക്കോട്ടൊഴുകുന്ന നദികൾ എത്രണ്ണമാണ്? 3 എണ്ണമാണ്. അവന്മാർ ഏതൊക്കെയാ? കബനി, ഭവാനി, പാമ്പാർ. ആരൊക്കെയാണ്? കബനി നദി, ഭവാനി നദി, പാമ്പാർ നദി എന്നിവയാണ് കേരളത്തിൽ കിഴക്കോട്ടൊഴുകുന്ന നദികൾ. ഈ 3 നദികളെ കുറിച്ചും വളരെ ഇമ്പോർട്ടന്റ് ആയിട്ട് നമുക്ക് പഠിക്കാനുണ്ട്. അത് നമുക്ക് അടുത്ത ക്ലാസ്സിൽ വ്യക്തമായിട്ട് തന്നെ പഠിക്കാം. അപ്പോൾ കേരളത്തിൽ കിഴക്കോട്ടൊഴുകുന്ന നദികളുടെ എണ്ണം ചോദിച്ചാൽ അത് 3 ആണ്. ഏതൊക്കെയാണ്? കബനി, ഭവാനി, പാമ്പാർ എന്നിവയാണ്. കേരളത്തിൽ ഏറ്റവും വലിയ നദി എന്നറിയപ്പെടുന്നത് പെരിയാറാണ്. കേരളത്തിലെ ഏറ്റവും വലിയ നദി എന്നറിയപ്പെടുന്നത് പെരിയാറാണ്. കേരളത്തിലെ ഏറ്റവും ചെറിയ നദി എന്നറിയപ്പെടുന്നത് മഞ്ചേശ്വരം പുഴയാണ്. കേരളത്തിലെ ഏറ്റവും വലിയ നദി എന്നറിയപ്പെടുന്നത് പെരിയാറാണ്. കേരളത്തിലെ ഏറ്റവും ചെറിയ നദി എന്നറിയപ്പെടുന്നത് ആരാണ്? മഞ്ചേശ്വരം പുഴയാണ്. കേരളത്തിൽ ഏറ്റവും വടക്കേ അറ്റത്തുള്ള നദി എന്ന് ചോദിച്ചാൽ അത് മഞ്ചേശ്വരം പുഴയാണ്. ശ്രദ്ധിച്ചോളനെ. കേരളത്തിന്റെ ഏറ്റവും വടക്കേ അറ്റത്തുള്ള നദി എന്ന് ചോദിച്ചാൽ അത് മഞ്ചേശ്വരം പുഴ. കേരളത്തിന്റെ ഏറ്റവും തെക്കേ അറ്റത്തുള്ള നദി എന്ന് ചോദിച്ചാൽ അത് നെയ്യാറാണ്. തമ്മിൽ കൺഫ്യൂഷൻ ഉണ്ടാവരുത്. കേരളത്തിന്റെ ഏറ്റവും തെക്കേ അറ്റത്തുള്ള നദി ഏതാണ്? നമ്മുടെ നെയ്യാർ നദി. അതായത് തിരുവനന്തപുരം ജില്ലയിലൂടെ ഒഴുകുന്ന നദിയാണ് നെയ്യാർ എന്ന് പറയുന്നത്. അതുപോലെ കേരളത്തിന്റെ ഏറ്റവും വടക്കേ അറ്റത്തുള്ള നദി എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് മഞ്ചേശ്വരം പുഴയാണ്. മഞ്ചേശ്വരം പുഴ ഒഴുകുന്ന ജില്ല ഏതാ സുഹൃത്തുക്കളെ? അറിയുന്നവർ കമന്റ് ചെയ്യുക. ഏറ്റവും കൂടുതൽ നദികൾ ഒഴുകുന്ന ജില്ല കാസർഗോഡ് ജില്ല. ഏറ്റവും കൂടുതൽ കേരളത്തിൽ നദികൾ ഒഴുകുന്ന ജില്ല ഏതാണ്? കാസർഗോഡ് ജില്ലയിലൂടെയാണ്. എത്ര നദികളാണ് ഒഴുകുന്നത്? 12 നദികളാണ്. ഇതും PSC പ്രീവിയസ് ക്വസ്റ്റ്യൻ ആണ്. ഏറ്റവും കൂടുതൽ നദികൾ ഒഴുകുന്ന ജില്ല കാസർഗോഡ് ജില്ല. കാസർഗോഡ് ജില്ലയിലൂടെ ഒഴുകുന്ന നദികളുടെ എണ്ണം ചോദിച്ചാൽ 12 ആണ്. പഠിക്കുക. ഒന്നുകൂടി പറയാം സുഹൃത്തുക്കളെ, ശ്രദ്ധിക്കുക. കേരളത്തിൽ കിഴക്കോട്ടൊഴുകുന്ന നദികളുടെ എണ്ണം ചോദിച്ചാൽ 3 ആണ്. അവരാരൊക്കെയാ? കബനി, ഭവാനി, പാമ്പാർ എന്നിവയാണ്.
കേരളത്തിലെ ഏറ്റവും വലിയ നദി എന്നറിയപ്പെടുന്നത് പെരിയാറും കേരളത്തിലെ ഏറ്റവും ചെറിയ നദി എന്നറിയപ്പെടുന്നത് മഞ്ചേശ്വരം പുഴയുമാണ്. കേരളത്തിന്റെ ഏറ്റവും വടക്കേറ്റത്തുള്ള നദി മഞ്ചേശ്വരം പുഴ, കേരളത്തിന്റെ ഏറ്റവും തെക്കേറ്റത്തുള്ള നദി നെയ്യാറാണ്. ഏറ്റവും കൂടുതൽ നദികൾ ഒഴുകുന്ന ജില്ല കാസർഗോഡ് ജില്ലയാണ്. കാസർഗോഡ് ജില്ലയിലൂടെ ഒഴുകുന്ന നദികളുടെ എണ്ണം 12 ആണ്. പഠിക്കുക. കിഴക്കോട്ട് ഒഴുകുന്ന നദികളിൽ ഏറ്റവും വലിയ നദി കബനിയാണ്. അതും ഇമ്പോർട്ടന്റ് ആണ്. ഒരുപാട് തവണ PSC പ്രീവിയസ് ആയി ചോദിച്ചതാണ്. കിഴക്കോട്ട് ഒഴുകുന്ന നദികളിൽ ഏറ്റവും വലിയ നദി എന്ന് ചോദിച്ചാൽ അത് കബനിയാണ്. കിഴക്കോട്ട് ഒഴുകുന്ന നദികളിൽ ഏറ്റവും ചെറിയ നദി ചോദിച്ചാൽ അത് പാമ്പാറാണ്. കിഴക്കോട്ട് ഒഴുകുന്ന നദികളിൽ ഏറ്റവും ചെറിയ നദി എന്ന് ചോദിച്ചാൽ അത് പാമ്പാറാണ്. കൺഫ്യൂഷൻ ഒന്നും വേണ്ട. കിഴക്കോട്ട് ഒഴുകുന്ന ആകെ 3 നദികളെ ഉള്ളൂ നമുക്ക്, കബനി, ഭവാനി, പാമ്പാറ്. ഇതിൽ ഏറ്റവും വലിയ നദി എന്ന് ചോദിച്ചാൽ അത് കബനിയും ഏറ്റവും ചെറിയ നദി എന്ന് ചോദിച്ചാൽ അത് പാമ്പാറുമാണ്. പഠിക്കുക. കടലിൽ പതിക്കുന്ന കേരളത്തിലെ ഏറ്റവും ചെറിയ നദിയാണ് രാമപുരം പുഴ. ഇമ്പോർട്ടന്റ് ആണ്. കടലിൽ പതിക്കുന്ന കേരളത്തിലെ ഏറ്റവും ചെറിയ നദി എന്ന് ചോദിച്ചാൽ അത് രാമപുരം പുഴയാണ്. ഓപ്ഷന് നിങ്ങളെ തെറ്റിക്കാൻ മഞ്ചേശ്വരം പുഴ കാണും. മഞ്ചേശ്വരം പുഴ ഉപ്പളക്കായൽ എന്ന് പറയുന്ന കായലിലാണ് പതിക്കുന്നത്. അത് ഡയറക്റ്റ് എന്ന് അറബിക്കടലിൽ പതിക്കുന്നില്ല. അപ്പോൾ അത് മനസ്സിൽ വെച്ചിട്ട് വേണം ഈ പോയിന്റ് പഠിക്കാൻ. കടലിൽ പതിക്കുന്ന കേരളത്തിലെ ഏറ്റവും ചെറിയ നദി എന്നറിയപ്പെടുന്നത് രാമപുരം പുഴയാണ്. ദക്ഷിണ കേരളത്തിലെ ഏറ്റവും ചെറിയ നദി എന്നറിയപ്പെടുന്നത് അയിരൂർ പുഴയാണ്. ദക്ഷിണ കേരളത്തിലെ ഏറ്റവും ചെറിയ നദി എന്നറിയപ്പെടുന്നത് അയിരൂർ പുഴയാണ്. ഇല്ലെങ്കിൽ PSC ചോദിക്കാം തെക്കൻ കേരളത്തിലെ ഏറ്റവും ചെറിയ നദി എന്ന് ചോദിച്ചാലും ഉത്തരം ഏതാണ്? അയിരൂർ പുഴയാണ്. തെക്കൻ കേരളത്തിലെ ഏറ്റവും ചെറിയ നദി എന്നറിയപ്പെടുന്നത് അയിരൂർ പുഴയാണ്. ദക്ഷിണ കേരളത്തിലെ ഏറ്റവും ചെറിയ നദി എന്ന് ചോദിച്ചാലും ആരാണ്? അയിരൂർ പുഴയാണ്. കേരളത്തിലെ രണ്ടാമത്തെ ഏറ്റവും ചെറിയ നദി എന്നറിയപ്പെടുന്നത് അയിരൂർ പുഴയാണ്. കേരളത്തിലെ രണ്ടാമത്തെ ഏറ്റവും ചെറിയ നദി എന്നറിയപ്പെടുന്നത് അയിരൂർ പുഴയാണ്. കേരളത്തിലെ ഏറ്റവും ചെറിയ നദി എന്ന് നമ്മൾ പറഞ്ഞ സുഹൃത്തുക്കളെ അത് മഞ്ചേശ്വരം പുഴയാണ്. കേരളത്തിലെ രണ്ടാമത്തെ ഏറ്റവും ചെറിയ നദി എന്ന് ചോദിച്ചാൽ അയിരൂർ പുഴയാണ്. അത് തിരുവനന്തപുരം ജില്ലയിലൂടെ ഒഴുകുന്ന നദിയാണ് കേട്ടോ, അയിരൂർ പുഴ. അതൊന്ന് ഓർത്തു വെച്ചിരിക്കുക. അപ്പൊ ഒന്നുകൂടി പറയാൻ സുഹൃത്തുക്കളെ ശ്രദ്ധിക്കുക. കിഴക്കോട്ടൊഴുകുന്ന നദികളിൽ ഏറ്റവും വലിയ നദി എന്ന് ചോദിച്ചാൽ അത് കബനി. കിഴക്കോട്ടൊഴുകുന്ന നദികളിൽ ഏറ്റവും ചെറിയ നദി എന്ന് ചോദിച്ചാൽ അത് പാമ്പാർ. കടലിൽ പതിക്കുന്ന കേരളത്തിലെ ഏറ്റവും ചെറിയ നദി എന്ന് ചോദിച്ചാൽ അത് രാമപുരം പുഴ. ദക്ഷിണ കേരളത്തിലെ ഏറ്റവും ചെറിയ നദി എന്ന് ചോദിച്ചാൽ അത് അയിരൂർ പുഴ. ഇല്ലെങ്കിൽ മറ്റൊരു രീതി ചോദിക്കും സുഹൃത്തുക്കളെ, എന്താണ് കേരളത്തിന്റെ തെക്കേ അറ്റത്തുള്ള ഏറ്റവും ചെറിയ നദി ചോദിച്ചാലും ഏതാണ്? അത് അയിരൂർ പുഴയാണ്. കേരളത്തിലെ രണ്ടാമത്തെ ഏറ്റവും ചെറിയ നദി ചോദിച്ചാൽ അത് അയിരൂർ പുഴയാണ്. പഠിക്കും. കേരളത്തിന്റെ മഞ്ഞ നദി എന്നറിയപ്പെടുന്നത് കുറ്റ്യാടിപ്പുഴ. കേരളത്തിന്റെ മഞ്ഞ നദി എന്നറിയപ്പെടുന്നത് കുറ്റ്യാടിപ്പുഴ. കേരളത്തിൽ ഏറ്റവും കൂടുതൽ മലിനീകരിക്കപ്പെട്ട നദി പെരിയാറാണ്. കേരളത്തിലെ ഏറ്റവും കൂടുതൽ മലിനീകരിക്കപ്പെട്ട നദി പെരിയാറാണ്. കൺഫ്യൂഷൻ ഉണ്ടാവും. പണ്ടത്തെ ടെക്സ്റ്റ് ബുക്കുകളാണെങ്കിൽ അതിനകത്ത് ചാലിയാർ എന്നായിരിക്കും കിടക്കുന്നത്. എന്നാൽ 2019 കണക്ക് പ്രകാരം കേരളത്തിൽ ഇപ്പോൾ ഏറ്റവും കൂടുതൽ മലിനീകരിക്കപ്പെട്ട നദി ഏതാണ്? പെരിയാറാണ്. പഠിച്ചോളണേ. പഴയ ടെക്സ്റ്റ് ഒക്കെ ഉപയോഗിച്ച് പഠിക്കുന്ന സുഹൃത്തുക്കൾ ശ്രദ്ധിച്ചോളണേ. കേരളത്തിലെ മഞ്ഞ നദി എന്നറിയപ്പെടുന്നത് കുറ്റ്യാടിപ്പുഴയാണ്. എന്നാൽ കേരളത്തിലെ ഏറ്റവും കൂടുതൽ മലിനീകരിക്കപ്പെട്ട നദി എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് പെരിയാറാണ്, അല്ലാതെ ചാലിയാറല്ല. 2019 കണക്ക് പ്രകാരം കേരളത്തിൽ ഏറ്റവും കൂടുതൽ മലിനീകരിക്കപ്പെട്ട നദി ഇപ്പൊ ഏതാ? പെരിയാറാണ്. കേരളത്തിൽ സ്വർണ്ണ നിക്ഷേപം കണ്ടെത്തിയിട്ടുള്ള നദി എന്ന് ചോദിച്ചാൽ അത് ചാലിയാറാണ്. കേരളത്തിലെ സ്വർണ്ണ നിക്ഷേപം കണ്ടെത്തിയിട്ടുള്ള നദി എന്ന് ചോദിച്ചാൽ അത് ചാലിയാറാണ്. ഇത് സുഹൃത്തുക്കൾക്ക് കൺഫ്യൂഷൻ ഉണ്ടാവും. കേരളത്തിന്റെ മഞ്ഞ നദി എന്നറിയപ്പെടുന്നത് കുറ്റ്യാടിപ്പുഴയും കേരളത്തിൽ സ്വർണ്ണ നിക്ഷേപം കണ്ടെത്തിയിട്ടുള്ള നദി എന്ന് ചോദിച്ചാൽ അത് ചാലിയാറുമാണ്. കേരളത്തിൽ സ്വർണം ചാലിൽ കിടക്കുന്നു എന്നങ്ങ് പഠിച്ചു വെച്ചോളാം കേട്ടോ. കേരളത്തിലെ സ്വർണം ചാലിൽ കിടക്കുന്നു എന്നങ്ങ് പഠിച്ചു വെക്കുക. അപ്പൊ നിങ്ങൾക്ക് കൺഫ്യൂഷൻ ഉണ്ടാവില്ല. ഇല്ലെന്നുണ്ടെങ്കിൽ ഈ മഞ്ഞ നദിയും സ്വർണവും കൂടെ തമ്മിൽ കൺഫ്യൂഷൻ ആവും. അപ്പൊ കേരളത്തിലെ മഞ്ഞ നദി ആരാ? കുറ്റ്യാടിപ്പുഴ. കേരളത്തിലെ സ്വർണ്ണ നിക്ഷേപം കണ്ടെത്തിയിട്ടുള്ള നദി എന്ന് ചോദിച്ചാൽ അത് ചാലിയാറാണ്. കേരളത്തിലെ സ്വർണ്ണം എവിടെയാ കിടക്കുന്നത്? ചാലിലാണ് കിടക്കുന്നത് എന്നങ്ങ് പഠിക്കുക. സൈലന്റ് വാലി ദേശീയോദ്യാനത്തിലൂടെ ഒഴുകുന്ന നദി കുന്തിപ്പുഴയും സൈലന്റ് വാലി ദേശീയോദ്യാനത്തിൽ നിന്നും ഉത്ഭവിക്കുന്ന നദിയാണെങ്കിൽ അത് തൂതപ്പുഴയുമാണ്. വീണ്ടും വന്നിരിക്കുന്നു കൺഫ്യൂസിംഗ് ഫാക്ട് ആണ്. സൈലന്റ് വാലിയിലൂടെ ഒഴുകുന്ന നദിയായിരുന്നു ചോദിച്ചാൽ അത് കുന്തിപ്പുഴയാണ്. സൈലന്റ് വാലി ദേശീയോദ്യാനത്തിൽ നിന്നും ഉത്ഭവിക്കുന്ന നദി എന്ന് ചോദിച്ചാൽ അത് തൂതപ്പുഴയുമാണ്. പഠിക്കുക. നദികൾ മലിനമാക്കുന്നവർക്ക് 3 വർഷം വരെ തടവും 2 ലക്ഷം രൂപ പിഴയും ഏർപ്പെടുത്തിയ ബിൽ പാസാക്കിയ സംസ്ഥാനം കേരളം. നദികൾ മലിനമാക്കുന്നവർക്ക് 3 വർഷം വരെ തടവും 2 ലക്ഷം രൂപ പിഴയും ഏർപ്പെടുത്തി ബിൽ പാസാക്കിയ സംസ്ഥാനം കേരളമാണ്. പഠിക്കുക. ഒന്നുകൂടി പറയാം സുഹൃത്തുക്കളെ, ശ്രദ്ധിച്ചിരിക്കുക. കേരളത്തിന്റെ മഞ്ഞ നദി എന്നറിയപ്പെടുന്നത് കുറ്റ്യാടിപ്പുഴ. കേരളത്തിന്റെ മഞ്ഞ നദിയാണ് കേട്ടോ എന്നറിയപ്പെടുന്നത് കുറ്റ്യാടിപ്പുഴ. കാരണം അവ ഇങ്ങനെ കലങ്ങി അവിടുത്തെ എന്താണ് മണ്ണുമായിട്ട് ചേർന്നിട്ടാണ് അങ്ങനെ ഒഴുകുന്നത്. അപ്പൊ എപ്പോഴും കലക്കമുള്ള നദിയാണ് ആരെന്ന് പറയുന്നത്? കുറ്റ്യാടിപ്പുഴ. അതുകൊണ്ടാണ് ആ പേര് പറയുന്നതേ ഉള്ളൂ. ശ്രദ്ധിക്കുക. കേരളത്തിൽ ഏറ്റവും കൂടുതൽ മലിനീകരിക്കപ്പെട്ട നദി പെരിയാറാണ്, അല്ലാതെ ചാലിയാറല്ല. ചാലിയാർ മാറിയിട്ടുണ്ട്. ഇപ്പൊ ആരാണ്? പെരിയാറാണ്. കേരളത്തിൽ സ്വർണ്ണ നിക്ഷേപം കണ്ടെത്തിയിട്ടുള്ള നദി എന്ന് ചോദിച്ചാൽ അത് ചാലിയാറാണ്. സൈലന്റ് വാലി ദേശീയോദ്യാനത്തിലൂടെ ഒഴുകുന്ന നദി കുന്തിപ്പുഴ. സൈലന്റ് വാലി ദേശീയോദ്യാനത്തിൽ നിന്നും ഉത്ഭവിക്കുന്ന നദിയാണെങ്കിൽ അത് തൂതപ്പുഴ.
നദികൾ മലിനമാക്കുന്നവർക്ക് 3 വർഷം വരെ തടവും 2 ലക്ഷം രൂപ പിഴയും ഏർപ്പെടുത്തിയ ബിൽ പാസാക്കിയ സംസ്ഥാനമായിരുന്നു ചോദിച്ചാൽ നമ്മുടെ കൊച്ചു കേരളമാണ് പഠിക്കുക. കേരളത്തിലെ മൈനർ നദികളുടെ എണ്ണം 40ഉം കേരളത്തിലെ മീഡിയം നദികളുടെ എണ്ണം 4ഉമാണ്. ആദ്യമായിട്ട് കേൾക്കുന്ന ഒത്തിരി സുഹൃത്തുക്കൾ കാണാം. കേരളത്തിലെ മൈനർ നദികളുടെ എണ്ണം 40ഉം കേരളത്തിലെ മീഡിയം നദികളുടെ എണ്ണം ചോദിച്ചാൽ അത് 4ഉമാണ്. എന്താ സുഹൃത്തുക്കളെ മേജർ റിവർ, മൈനർ റിവർ, മീഡിയം റിവർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒന്നുമില്ല സുഹൃത്തുക്കളെ, സിമ്പിൾ ആണ്. ഒരു നദി ഒഴുകുമ്പോ ആ നദി എന്തുമാത്രം അതിന് വൃഷ്ടിപ്രദേശം ഉണ്ട് എന്ന് കണക്കാക്കും. അതായത് ആ നദി എന്തുമാത്രം ഏരിയ കവർ ചെയ്തുകൊണ്ടാണ് ഒഴുകുന്നതെന്ന് നമ്മൾ കണക്കാക്കും. ഇതിനെ വെച്ചിട്ട് നമ്മൾ പറയുന്നതാണ് നദി മൈനർ ആണോ മീഡിയം ആണോ മേജർ ആണോ എന്നൊക്കെ. കേട്ടോ, ഒരു നദി ഒഴുകുവാണെന്നുണ്ടെങ്കിൽ ആ നദിയും ആ നദിയുമായി ബന്ധപ്പെട്ട് കിടക്കുന്ന പ്രദേശങ്ങളെയും ചേർത്ത് നമ്മൾ പറയുന്ന പേരാണ് ആ നദിയുടെ വൃഷ്ടിപ്രദേശം എന്ന്. ഒരു നദി ഒഴുകുമ്പോൾ ആ നദി ഒഴുകുന്നതും അതുമായി ബന്ധപ്പെട്ട് കിടക്കുന്ന പ്രദേശങ്ങളെല്ലാം കൂടെ ചേർത്തുകൊണ്ട് നമ്മൾ പറയുന്ന പേരാണ് വൃഷ്ടിപ്രദേശം എന്ന്. ഇനി ഇങ്ങനെ വൃഷ്ടിപ്രദേശത്തിന്റെ വ്യാപ്തി അല്ലെങ്കിൽ ഏരിയക്ക് അനുസരിച്ച് നമ്മൾ നദികളെ പിന്നെയും ഡിവൈഡ് ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. അതിനെയാണ് ഈ മൈനർ റിവേഴ്സ്, മീഡിയം റിവേഴ്സ്, മേജർ റിവർ എന്നൊക്കെ പറയുന്നത് കേട്ടോ. അപ്പോ ഇതിനകത്ത് മീഡിയം റിവർ എന്തെന്ന് ചോദിച്ചു കഴിഞ്ഞാല് ഒരു 2000 സ്ക്വയർ കിലോമീറ്റർ ഏരിയ മുതൽ ഒരു 5000 സ്ക്വയർ കിലോമീറ്റർ ഏരിയ വരെയൊക്കെ ഒരു നദിയുടെ വൃഷ്ടിപ്രദേശം എത്തുവാണെന്നുണ്ടെങ്കിൽ അത്തരം നദികളെ വിളിക്കുന്ന പേരാണ് മീഡിയം നദികൾ എന്ന്. അതുപോലെ എന്താണ് മൈനർ നദികൾ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒന്നുമില്ല, ഈ 2000 സ്ക്വയർ കിലോമീറ്ററിൽ താഴെ മാത്രമേ വൃഷ്ടിപ്രദേശം ഒരു നദിക്ക് ഉണ്ടാക്കാൻ കഴിയുന്നുള്ളൂ എങ്കിൽ അത്തരം നദികളെ വിളിക്കുന്ന പേരാണ് മൈനർ നദികൾ എന്ന്. ഇപ്പൊ മനസ്സിലായോ? ക്ലിയർ ആയ സുഹൃത്തുക്കളെ? ഇതിനെയാണ് ഈ മൈനർ നദി, മേജർ നദി അല്ലെങ്കിൽ മീഡിയം നദി എന്നൊക്കെ പറയുന്നത് കേട്ടോ. അങ്ങനെ വൃഷ്ടിപ്രദേശത്തിന്റെ ഏരിയ വെച്ച് നോക്കുമ്പോൾ കേരളത്തിൽ മൈനർ നദികളുടെ എണ്ണം എത്രയാണ്? 40ആണ്. മൈനർ നദികളുടെ എണ്ണം എത്രയാണ്? 40ആണ്. കേരളത്തിലെ വൃഷ്ടിപ്രദേശം വെച്ച് നോക്കുമ്പോൾ, വൃഷ്ടിപ്രദേശത്തിന്റെ ഏരിയ വെച്ച് നോക്കുമ്പോൾ മീഡിയം നദികൾ എത്രയാണോ ചോദിച്ചാൽ അത് 4ആണ്. മീഡിയം നദികളുടെ എണ്ണം എത്രയാണ്? 4ആണ്. ഇത് രണ്ടും പഠിച്ചു വെച്ചോളണേ, പുതിയ ഡേറ്റയാണ് പഠിക്കുക. ഇന്ത്യയുടെ ഇംഗ്ലീഷ് ചാനൽ എന്നറിയപ്പെടുന്നത് മയ്യഴിപ്പുഴയാണ്. ഇന്ത്യയുടെ ഇംഗ്ലീഷ് ചാനൽ എന്നറിയപ്പെടുന്ന നദി ഏതാണ്? മയ്യഴിപ്പുഴയാണ്. മാഹി നദി എന്ന പേരിൽ അറിയപ്പെടുന്ന നദി മയ്യഴിപ്പുഴ. മാഹി നദി എന്ന പേരിൽ അറിയപ്പെടുന്ന നദി ഏതാണ്? മയ്യഴിപ്പുഴയാണ്. വീണ്ടും പറയുന്നു, ഇന്ത്യയുടെ ഇംഗ്ലീഷ് ചാനൽ എന്നറിയപ്പെടുന്ന നദി ചോദിച്ചാൽ അത് മയ്യഴിപ്പുഴ. മാഹി നദി എന്ന പേരിൽ അറിയപ്പെടുന്ന നദി ഏതാണ്? മയ്യഴിപ്പുഴയാണ്. പഠിക്കുക. ഇനി നമുക്ക് കേരളത്തിലെ പ്രധാനപ്പെട്ട നദികളെ കുറിച്ച് പറയാം. 2 പ്രധാനപ്പെട്ട നദികളാണ് നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്ന സുഹൃത്തുക്കളെ. അപ്പോൾ 2 നദികളും വളരെ വളരെ ഇമ്പോർട്ടന്റ് ആണ്. അപ്പൊ നമുക്ക് ആദ്യമായി പഠിക്കാം പെരിയാർ നദി. ഏതാണ്? പെരിയാർ നദി. പെരിയാറിന്റെ നീളം 244 കിലോമീറ്റർ. പെരിയാർ നദിയുടെ മൊത്തം നീളം എത്രയാണ്? 244 കിലോമീറ്റർ ആണ്. ഏറ്റവും കൂടുതൽ PSC പ്രീവിയസ് ആയി ചോദിച്ചിട്ടുള്ള ഒരു നദിയുടെ നീളം ഉണ്ടെങ്കിൽ അത് പെരിയാറിന്റെ നീളമാണ്. അത് പഠിക്കാതെ പോകരുത്. പെരിയാറിന്റെ നീളം എത്രയാണ്? 244 കിലോമീറ്റർ ആണ്. കേരളത്തിലെ ഏറ്റവും നീളം കൂടിയ നദി എന്നറിയപ്പെടുന്നത് പെരിയാറാണ്. കേരളത്തിലെ ഏറ്റവും നീളം കൂടിയ നദി എന്നറിയപ്പെടുന്നത് പെരിയാറാണ്. പെരിയാർ നദി അറിയപ്പെടുന്ന മറ്റു പേരുകളാണ് ചൂർണി, പൂർണ്ണ, ആലുവാപ്പുഴ, കാലടിപ്പുഴ, മാർത്താണ്ഡം പുഴ, മംഗലം പുഴ. പഠിച്ചോളനെ, ഇമ്പോർട്ടന്റ് ആണ്. നമ്മുടെ പെരിയാർ നദി അറിയപ്പെടുന്ന മറ്റു പേരുകൾ എന്താണ്? ചൂർണി എന്നറിയപ്പെടുന്നു, പൂർണ്ണ എന്നറിയപ്പെടുന്നു, ആലുവാപ്പുഴ എന്നറിയപ്പെടുന്നു, കാലടിപ്പുഴ എന്നറിയപ്പെടുന്നു, മാർത്താണ്ഡം പുഴ എന്നറിയപ്പെടുന്നു, മംഗലം പുഴ എന്നറിയപ്പെടുന്നു. ഇതിൽ ചൂർണി ഏറ്റവും കൂടുതൽ PSC പ്രീവിയസ് ആയി ചോദിച്ചിട്ടുള്ളതാണ്. പഠിക്കുക. എന്തൊക്കെ പേരിലാണ് നമ്മുടെ പെരിയാർ നദി അറിയപ്പെടുന്ന സുഹൃത്തുക്കളെ? ചൂർണി, പൂർണ്ണ, ആലുവാപ്പുഴ, കാലടിപ്പുഴ, മാർത്താണ്ഡം പുഴ, മംഗലം പുഴ എന്നീ പേരുകളിൽ അറിയപ്പെടുന്ന ആരാണ്? നമ്മുടെ പെരിയാർ നദിയാണ്. കേരളത്തിന്റെ ജീവരേഖ എന്നറിയപ്പെടുന്ന നദി എന്ന് ചോദിച്ചാൽ അത് പെരിയാറാണ്. കേരളത്തിന്റെ ജീവരേഖ അല്ലെങ്കിൽ ലൈഫ് ലൈൻ ഓഫ് കേരള എന്നൊക്കെ അറിയപ്പെടുന്നത് ആരാണ്? നമ്മുടെ പെരിയാർ നദിയാണ്. കേരളത്തിന്റെ ജീവരേഖ എന്നറിയപ്പെടുന്ന നദി ഏതാണ്? പെരിയാറാണ്. പെരിയാറിന്റെ പതനസ്ഥാനം വേമ്പനാട് കായൽ. പെരിയാർ എവിടെയാ പതിക്കുന്നത്? വേമ്പനാട് കായലിലാണ് കേട്ടോ. പെരിയാർ നദിയുടെ പതനസ്ഥാനം എവിടെയാണ്? വേമ്പനാട് കായലിലാണ്. ഒന്നുകൂടി പറയാം സുഹൃത്തുക്കളെ, ശ്രദ്ധിക്കുക. പെരിയാറിനെ പറ്റിയാണ് നമ്മൾ പറഞ്ഞത്. പെരിയാറിന്റെ നീളം എത്രയാ? 244 കിലോമീറ്റർ. കേരളത്തിലെ ഏറ്റവും നീളം കൂടിയ നദി എന്നറിയപ്പെടുന്നത് പെരിയാറാണ്. പെരിയാർ നദിയുടെ മറ്റു പേരുകൾ എന്തൊക്കെയാണ്? ചൂർണി, പൂർണ്ണ, ആലുവാപ്പുഴ, കാലടിപ്പുഴ, മാർത്താണ്ഡം പുഴ, മംഗലം പുഴ. പഠിച്ചു വെക്കണം, ഇമ്പോർട്ടന്റ് ആണ്. കേരളത്തിന്റെ ജീവരേഖ അല്ലെങ്കിൽ ലൈഫ് ലൈൻ എന്നൊക്കെ അറിയപ്പെടുന്നത് ആരാണ്? പെരിയാറാണ്. പെരിയാറിന്റെ പതനസ്ഥാനം വേമ്പനാട് കായലാണ്. പഠിക്കുക. കേരളത്തിൽ ഏറ്റവും കൂടുതൽ ജലം വഹിക്കുന്ന നദി എന്ന് ചോദിച്ചാൽ അത് പെരിയാറാണ്. കേരളത്തിൽ ഏറ്റവും കൂടുതൽ ജലം വഹിക്കുന്ന നദി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് പെരിയാറാണ്. പെരിയാർ നദിയുടെ വൃഷ്ടിപ്രദേശം ഏകദേശം 5398 സ്ക്വയർ കിലോമീറ്റർ ആണ്. ഇപ്പൊ മനസ്സിലായ സുഹൃത്തുക്കളെ, നേരത്തെ പറഞ്ഞ മീഡിയം റിവറിനകത്ത് ഒരാളാണ് ആര്? പെരിയാർ എന്ന് പറയുന്നത്. അതിന് കാരണം എന്ന് ചോദിച്ചാൽ പെരിയാറിന്റെ വൃഷ്ടിപ്രദേശം എന്ന് പറയുന്നത് ഏകദേശം 5398 സ്ക്വയർ കിലോമീറ്റർ ഉണ്ട്. ഒന്നുകൂടി പറയാം, കേരളത്തിലെ
ഏറ്റവും കൂടുതൽ ജലം വഹിക്കുന്ന നദി എന്ന് ചോദിച്ചാൽ അത് പെരിയാറാണ്. പെരിയാർ നദിയുടെ വൃഷ്ടിപ്രദേശത്തിന്റെ വ്യാപ്തി എത്രയാണ്? 5398 സ്ക്വയർ കിലോമീറ്റർ ആണ്. കേരളത്തിൽ ഏറ്റവും ആഴം കൂടിയ നദി എന്നറിയപ്പെടുന്നത് പെരിയാറാണ്. പുതിയ പോയിന്റ് ആണ്, പഠിച്ചോളെ. കേരളത്തിൽ ഏറ്റവും ആഴം കൂടിയ നദി എന്ന് ചോദിച്ചാൽ അത് പെരിയാറാണ്. കേരളത്തിൽ ഏറ്റവും കൂടുതൽ പോഷക നദികളുള്ള നദി പെരിയാറാണ്. കേരളത്തിൽ ഏറ്റവും കൂടുതൽ പോഷക നദികളുള്ള നദി എന്ന് ചോദിച്ചാൽ അത് പെരിയാറാണ്. കേരളത്തിൽ ഏറ്റവും കൂടുതൽ അണക്കെട്ടുകൾ സ്ഥിതി ചെയ്യുന്ന നദി എന്ന് ചോദിച്ചാൽ അത് പെരിയാറാണ്. കേരളത്തിൽ ഏറ്റവും കൂടുതൽ അണക്കെട്ടുകൾ സ്ഥിതി ചെയ്യുന്ന നദി എന്ന് ചോദിച്ചാൽ അത് പെരിയാറാണ്. പെരിയാറില് വെള്ളപ്പൊക്കമുണ്ടായ വർഷം ചോദിച്ചു കഴിഞ്ഞാൽ അത് AD 1341. PSC ഇപ്പോഴും റിപ്പീറ്റ് ചെയ്ത് ചോദിച്ചുകൊണ്ടിരിക്കുന്ന ക്വസ്റ്റ്യൻ ആണ്. പെരിയാറില് വെള്ളപ്പൊക്കമുണ്ടായ വർഷം AD 1341. ഈ പെരിയാർ വെള്ളപ്പൊക്കം മൂലം നശിക്കാനിടയായ തുറമുഖവും ചോദിക്കും. മുസിരിസ് തുറമുഖം. മുസിരിസ് തുറമുഖം അല്ലെങ്കിൽ അവന്റെ മറ്റൊരു പേരെന്താണ്? കൊടുങ്ങല്ലൂർ തുറമുഖം. പഠിച്ചു വെച്ചോളണേ. പെരിയാറിലെ വെള്ളപ്പൊക്കം മൂലം നശിക്കാനിടയായ തുറമുഖം ചോദിച്ചാൽ അത് മുസിരിസ് തുറമുഖമാണ്. അവന്റെ യഥാർത്ഥ പേരെന്താണ്? കൊടുങ്ങല്ലൂർ തുറമുഖം എന്നാണ്. ഏതാണ്? കൊടുങ്ങല്ലൂർ തുറമുഖം. ഇത് എന്നാ നശിച്ചത്? 1341 വെള്ളപ്പൊക്കത്തിലായിരുന്നു കേട്ടോ. AD 1341 വെള്ളപ്പൊക്കത്തിലാണ് അപ്പോ നമ്മുടെ മുസിരിസ് തുറമുഖം നാമാവശേഷമായത്. പഠിക്കുക. 99 വെള്ളപ്പൊക്കം എന്ന പേരിൽ അറിയപ്പെടുന്നത് 1924 പെരിയാർ നദിയിലുണ്ടായ വെള്ളപ്പൊക്കമാണ്. ഇങ്ങനെ തന്നെ പഠിച്ചോളണേ. 99 വെള്ളപ്പൊക്കം എന്നറിയപ്പെടുന്നത് ഏതാണ്? 1924 നമ്മുടെ പെരിയാറിലുണ്ടായ വെള്ളപ്പൊക്കം അറിയപ്പെടുന്ന പേരാണ് 99 വെള്ളപ്പൊക്കം എന്നുള്ളത് പഠിച്ചു വെക്കുക. ഒന്നുകൂടി പറയാം. കേരളത്തിൽ ഏറ്റവും കൂടുതൽ ജലം വഹിക്കുന്ന നദി ഏതാ? പെരിയാറാണ്. പെരിയാർ നദിയുടെ വൃഷ്ടിപ്രദേശ വ്യാപ്തി എത്രയാണ്? 5398 സ്ക്വയർ കിലോമീറ്റർ ആണ്. കേരളത്തിൽ ഏറ്റവും ആഴം കൂടിയ നദി എന്നറിയപ്പെടുന്നത് പെരിയാറാണ്. കേരളത്തിൽ ഏറ്റവും കൂടുതൽ പോഷക നദികളുള്ള നദി എന്ന് ചോദിച്ചാൽ പെരിയാറാണ്. കേരളത്തിൽ ഏറ്റവും കൂടുതൽ അണക്കെട്ടുകൾ സ്ഥിതി ചെയ്യുന്ന നദി എന്ന് ചോദിച്ചാൽ പെരിയാറാണ്. പെരിയാറിൽ വെള്ളപ്പൊക്കം ഉണ്ടായ വർഷം AD 1341. പെരിയാർ നദിയിൽ 1341 വെള്ളപ്പൊക്കം മൂലം നശിക്കപ്പെട്ട തുറമുഖം ഏത് എന്ന് ചോദിച്ചാൽ അത് മുസിരിസ് ആണ്. മുസിരിസ് തുറമുഖത്തിന്റെ മറ്റൊരു പേരെന്താണ്? കൊടുങ്ങല്ലൂർ തുറമുഖം. ഇനി 99 ആണ്ടിലെ വെള്ളപ്പൊക്കം എന്ന പേരിൽ അറിയപ്പെടുന്നത് 1924 നമ്മുടെ പെരിയാർ നദിയിൽ ഒരു വെള്ളപ്പൊക്കം ഉണ്ടായി. ഇതിനറിയപ്പെടുന്ന പേരാണ് 99 വെള്ളപ്പൊക്കം എന്നുള്ളത് പഠിക്കുക. പെരിയാറിന്റെ പ്രധാന പോഷക നദികളാണ് മുല്ലയാറ്, മുതിരൻപുഴ, ഇടമലയാറ്, കട്ടപ്പനയാറ്, ചെറുതോണിയാറ്. പെരിയാറിന്റെ പ്രധാന പോഷക നദികളാണ് മുല്ലയാറ്, മുതിരൻപുഴ, ഇടമലയാറ്, കട്ടപ്പനയാറ്, ചെറുതോണിയാറ്. ഇത് പഠിക്കാൻ ബുദ്ധിമുട്ടുള്ള സുഹൃത്തുക്കൾക്ക് അന്ന് മുതലേ നമ്മൾ ഒരു കോഡ് പറയുമായിരുന്നു. ഈ കോഡ് അങ്ങ് പഠിച്ചു വെക്കുക. സിമ്പിൾ ആണ്. കോഡ് പറയാൻ സുഹൃത്തുക്കളെ ശ്രദ്ധിക്കുക. മുല്ലയാറിൽ മുത്തമിട്ട ഇടമലക്കുടിയൻ ചെറുതോണിയിൽ കട്ടപ്പനയ്ക്ക് പോയി എന്നങ്ങ് പഠിക്കുക. മുല്ലയാറിൽ മുത്തമിട്ട ഇടമലക്കുടിയൻ ചെറുതോണിയിൽ കട്ടപ്പനയ്ക്ക് പോയി എന്നങ്ങ് പഠിക്കുക. മുല്ലയാർ എന്ന് വെച്ചാല് നമ്മുടെ മുല്ലയാർ തന്നെയാണ്. മുത്തമിട്ട എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മുതിരൻപുഴ, ഇടമലക്കുടിയൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇടമലയാറ്, ചെറുതോണി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചെറുതോണിയാറ്, കട്ടപ്പനയ്ക്ക് പോയി എന്ന് പറഞ്ഞാൽ കട്ടപ്പനയാറ്. ഇതങ്ങ് പഠിച്ചു വെച്ചോളണേ. ഒരുപാട് തവണ PSC പ്രീവിയസ് ആയി ചോദിച്ചതാണ്. പെരിയാറിന്റെ പ്രധാന പോഷക നദികൾ ഒന്നുകൂടി പറയാം. പെരിയാറിന്റെ പ്രധാന പോഷക നദികളാണ് മുല്ലയാറ്, മുതിരൻപുഴ, ഇടമലയാറ്, കട്ടപ്പനയാറ്, ചെറുതോണിയാറ്. നമ്മുടെ കോടെന്താ സുഹൃത്തുക്കളെ? ഒന്നുകൂടി പറയാൻ ശ്രദ്ധിച്ചോളണേ. മുല്ലയാറിൽ മുത്തമിട്ട ഇടമലക്കുടിയൻ ചെറുതോണിയിൽ കട്ടപ്പനയ്ക്ക് പോയി. മുല്ലയാർ എന്ന് വെച്ചാൽ മുല്ലയാർ തന്നെയാണ്. മുത്തമിട്ടതെന്ന് പറഞ്ഞാൽ മുതിരൻപുഴ. ഇനി ഇടമലക്കുടിയൻ എന്ന് പറഞ്ഞാൽ ഇടമലയാറ്. ചെറുതോണിയിൽ എന്ന് വെച്ചാൽ ചെറുതോണിയാറ്. കട്ടപ്പനയ്ക്ക് പോയി എന്ന് പറഞ്ഞാൽ കട്ടപ്പനയാറ്. പഠിക്കുക. സുഹൃത്തുക്കളെ, 2024 PSCയുടെ ക്വസ്റ്റ്യൻ പേപ്പറുകൾ കണ്ടു തുടങ്ങിയതാണ് പെരിയാറിന്റെ മൈനർ പോഷക നദികൾ ചോദിക്കുന്നത്. ഇപ്പൊ നമ്മൾ നേരത്തെ അങ്ങോട്ട് പഠിച്ചത് മുഴുവൻ പെരിയാറിന്റെ മേജർ ആയിട്ടുള്ള പോഷക നദികളാണ്. പക്ഷേ 2024 PSC പെരിയാറിന്റെ മൈനർ പോഷക നദികളിൽ 1, 2, 3 പേരെടുത്ത് ചോദിച്ചായിരുന്നു കേട്ടോ. അപ്പൊ നമുക്ക് പെരിയാറിന്റെ മൈനർ പോഷക നദികളിലൂടെ ഒന്ന് പഠിച്ചു കളയാം. ഏതൊക്കെയാ അവര്? ഒന്നാമത്തതാണ് മുത്തയാറ്. ഒന്നാമത്തെ ആളാരാണ്? മുത്തയാറ്. രണ്ടാമത്തെ നദിയാണ് പെരിഞ്ഞാൻകുട്ടിയാറ്. PSC പ്രീവിയസ് 2024. പെരിഞ്ഞാൻകുട്ടിയാറ്, പെരുന്തുറയാറ്, പെരുന്തുറയാറ്, ദേവിയാറ്, ദേവിയാറ്, ചിന്നാറ്. ഇങ്ങനെ 5 ചെറിയ മൈനർ പോഷക നദികളുടെ ആർക്കുണ്ട്? പെരിയാറിനുണ്ട്. അന്ന് PSC ഓപ്ഷനിൽ ചോദിച്ചത് പെരിഞ്ഞാൻകുട്ടിയാറും അതുപോലെ തന്നെ ദേവിയാറുമായിരുന്നു. ഇത് രണ്ടും നമ്മൾ പഠിക്കണം. അതിനോടൊപ്പം തന്നെ ബാക്കി 3 മൈനർ പോഷക നദികളുണ്ട്. അതുകൂടെ പഠിച്ചു കഴിഞ്ഞാലേ പെരിയാറിന്റെ പോഷക നദികൾ കംപ്ലീറ്റ് ആവുള്ളൂ. അപ്പൊ ഒന്നുകൂടി പറയുവാൻ ശ്രദ്ധിക്കണേ. പെരിയാറിന്റെ മൈനർ പോഷക നദികൾ ഏതൊക്കെയെന്ന് ചോദിച്ചാല് ഒന്ന് മുത്തയാറ്. എന്താണ്? മുത്തയാറ്. പെരിഞ്ഞാൻകുട്ടിയാറ് പഠിക്കണം. പെരിഞ്ഞാൻകുട്ടിയാറ്, പെരുന്തുറയാറ്,
ദേവിയാറ്, ചിന്നാറ്, ഇത് ഇത്രയും നമ്മുടെ പെരിയാറിന്റെ മൈനർ പോഷക നദികൾ അല്ലെങ്കിൽ കുട്ടി പോഷക നദികളാണ്. അപ്പോൾ PSC ഇപ്പൊ അത്രയും ഡീപ്പായിട്ട് വരെ പോയിട്ടുണ്ട്. അതുകൊണ്ട് ഇതും കൂടെ ഒന്ന് സുഹൃത്തുക്കളെ പഠിച്ചു വെക്കാൻ ശ്രമിക്കുക. പെരിയാറിലെ പ്രധാന ജലവൈദ്യുത പദ്ധതികളാണ് ഇനി നമുക്ക് നോക്കാനുള്ളത്. 4 പ്രധാനപ്പെട്ട ജലവൈദ്യുത പദ്ധതികൾ നമ്മൾ പഠിക്കുന്നുണ്ട്. ഒന്നാമത്തതാണ് പള്ളിവാസൽ ജലവൈദ്യുത പദ്ധതി, രണ്ടാമത്തത് ചെങ്കുളം ജലവൈദ്യുത പദ്ധതി, മൂന്നാമത് പന്നിയാർ ജലവൈദ്യുത പദ്ധതി, നാലാമത് നേര്യമംഗലം ജലവൈദ്യുത പദ്ധതി. 4 ജലവൈദ്യുത പദ്ധതി പഠിച്ചോളണേ. പെരിയാറിലെ പ്രധാന ജലവൈദ്യുത പദ്ധതി ഏതൊക്കെ ചോദിച്ചാൽ പള്ളിവാസൽ ജലവൈദ്യുത പദ്ധതി, ചെങ്കുളം ജലവൈദ്യുത പദ്ധതി, പന്നിയാർ ജലവൈദ്യുത പദ്ധതി, നേര്യമംഗലം ജലവൈദ്യുത പദ്ധതി. ഇപ്പൊ സുഹൃത്തുക്കൾക്ക് ഒരു ഡൗട്ട് ഉണ്ടാവും, ഇടുക്കി ജലവൈദ്യുത പദ്ധതി എന്താ പെരിയാറിലല്ലേ? ആണ്, നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന പോയിന്റ് ആണ്. പക്ഷേ ഈ 4 ജലവൈദ്യുത പദ്ധതികൾ നന്നായിട്ട് പഠിച്ചു വെക്കണം. കാരണം PSC ഇടുക്കി ജലവൈദ്യുത പദ്ധതി സ്ഥിതി ചെയ്യുന്ന നദി എന്ന് പറഞ്ഞിട്ട് 1-2 ക്വസ്റ്റ്യൻസ് ചോദിച്ചുള്ളൂ. പക്ഷെ പള്ളിവാസൽ ജലവൈദ്യുത പദ്ധതി, അതുപോലെ പന്നിയാറ്, നേര്യമംഗലം, ഇതൊക്കെ ചെങ്കുളം, ഇതൊക്കെ സ്ഥിരം PSC ചോദിക്കുന്നതാണ്. ഏത് നദിയിലാണ് സ്ഥിതി ചെയ്യുന്നതെന്ന്. അപ്പോൾ നമ്മൾ വ്യക്തമായിട്ട് പഠിക്കണം. പെരിയാറിലെ പ്രധാന ജലവൈദ്യുത പദ്ധതികൾ ഏതൊക്കെയാണ്? പള്ളിവാസൽ ജലവൈദ്യുത പദ്ധതി, ചെങ്കുളം ജലവൈദ്യുത പദ്ധതി, പന്നിയാർ ജലവൈദ്യുത പദ്ധതി, നേര്യമംഗലം ജലവൈദ്യുത പദ്ധതി. ഇത് പഠിക്കാനായിട്ട് ഒരു കോഡ് പറഞ്ഞുതരാം സുഹൃത്തുക്കളെ. നേരത്തെ നമ്മുടെ ക്ലാസ്സിൽ ഉണ്ടായിരുന്ന കോഡ് തന്നെയാണ്, എന്നാലും ശ്രദ്ധിക്കുക. പെരിയയിലെ പള്ളിയിലെ ചെക്കന് പന്നിയെ നേരിയ പേടിയാണ് എന്നങ്ങ് പഠിക്കുക. പെരിയയിലെ പള്ളിയിലെ ചെക്കന് പന്നിയെ നേരിയ പേടിയാണ് എന്നങ്ങ് പഠിച്ചു വെക്കുക. പെരിയ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പെരിയാറ്, പള്ളിയിലെ എന്ന് പറഞ്ഞാൽ പള്ളിവാസൽ ജലവൈദ്യുത പദ്ധതി, ചെക്കൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചെങ്കുളം ജലവൈദ്യുത പദ്ധതി, പന്നി എന്ന് പറഞ്ഞാൽ പന്നിയാർ ജലവൈദ്യുത പദ്ധതി, നേരിയ പേടിയാണ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അല്ലെ നേരിയ എന്താണ്? നേര്യമംഗലം ജലവൈദ്യുത പദ്ധതി. ഒന്നുകൂടി പറയാം, നമ്മുടെ പെരിയാറിലെ പ്രധാന ജലവൈദ്യുത പദ്ധതികളുടെ കോഡാണ് പറഞ്ഞത്. കോഡ് എന്താ സുഹൃത്തുക്കളെ? പെരിയയിലെ പള്ളിയിലെ ചെക്കന് പന്നിയെ നേരിയ പേടിയാണ് എന്നങ്ങ് പഠിച്ചു വെക്കുക. ഇതിൽ പെരിയയിലെ എന്ന് പറഞ്ഞാൽ പെരിയാർ നദിയെ സൂചിപ്പിക്കുന്നു. പള്ളി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പള്ളിവാസൽ ജലവൈദ്യുത പദ്ധതി, ചെക്കൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചെങ്കുളം ജലവൈദ്യുത പദ്ധതി, പന്നി എന്ന് പറഞ്ഞാൽ പന്നിയാർ ജലവൈദ്യുത പദ്ധതി, അതുപോലെ നേരിയ എന്ന് പറഞ്ഞാൽ നേര്യമംഗലം ജലവൈദ്യുത പദ്ധതി പഠിക്കുക. ഇടുക്കി ജലവൈദ്യുത പദ്ധതി സ്ഥിതി ചെയ്യുന്ന നദി എന്ന് ചോദിച്ചാൽ അത് പെരിയാറാണ്. ഇടുക്കി ജലവൈദ്യുത പദ്ധതി സ്ഥിതി ചെയ്യുന്ന നദി ഏതാണ്? പെരിയാറാണ്. നമുക്ക് എല്ലാവർക്കും അറിയാം. ഇടുക്കി ജലവൈദ്യുത പദ്ധതിയുമായിട്ട് ബന്ധപ്പെട്ടിട്ട് നമുക്ക് ജലവൈദ്യുത പദ്ധതികൾ എന്ന് പറഞ്ഞിട്ട് ഒരു ക്ലാസ് ഉടനെ വരുന്നുണ്ട്. അവിടെ നമുക്ക് വിശദമായിട്ട് പഠിക്കാം. ഇടുക്കി ജലവൈദ്യുത പദ്ധതി സ്ഥിതി ചെയ്യുന്ന നദി എന്ന് ചോദിച്ചാൽ അത് പെരിയാറാണ്. പെരിയാറിന്റെ തീരത്തെ പ്രധാന ആരാധനാലയങ്ങളാണ് അദ്വൈതാശ്രമം, കാലടി, ആലുവ, മലയാറ്റൂർ പള്ളി. പഠിച്ചോളനെ. പെരിയാറിന്റെ തീരത്തെ പ്രധാനപ്പെട്ട ആരാധനാലയങ്ങൾ അല്ലെങ്കിൽ പ്രദേശങ്ങൾ ചോദിച്ചു കഴിഞ്ഞാൽ അദ്വൈതാശ്രമം, കാലടി, ആലുവ, മലയാറ്റൂര്. ഇതാണ് PSC സ്ഥിരം പ്രീവിയസ് ആയിട്ട് പെരിയാറിന്റെ തീരത്തെ പ്രധാന ആരാധനാലയങ്ങൾ എന്ന് പറഞ്ഞ് ചോദിച്ചുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് അത് നമ്മൾ പഠിച്ചു വെച്ചേ പറ്റൂ. പെരിയാറിന്റെ തീരത്തെ പ്രധാനപ്പെട്ട ആരാധനാലയങ്ങളാണ് അദ്വൈതാശ്രമം, കാലടി, ആലുവ, മലയാറ്റൂർ പള്ളി പഠിക്കുക. ആദ്യ കോൺക്രീറ്റ് അണക്കെട്ടായ മാട്ടുപ്പെട്ടി അണക്കെട്ട് നിർമ്മിച്ചിരിക്കുന്ന നദി എന്ന് ചോദിച്ചാൽ അത് പെരിയാർ നദിയാണ്. കേരളത്തിലെ ആദ്യത്തെ കോൺക്രീറ്റ് അണക്കെട്ട് എന്നറിയപ്പെടുന്ന മാട്ടുപ്പെട്ടി അണക്കെട്ട് നിർമ്മിച്ചിരിക്കുന്നത് ഏതു നദിയിൽ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് പെരിയാർ നദിയിലാണ്. പഠിക്കുക, ഇമ്പോർട്ടന്റ്. ഒന്നുകൂടി പറയാം, ഇടുക്കി ജലവൈദ്യുത പദ്ധതി സ്ഥിതി ചെയ്യുന്ന നദി ചോദിച്ചാൽ അത് പെരിയാറാണ്. പെരിയാറിന്റെ തീരത്തെ പ്രധാനപ്പെട്ട ആരാധനാലയം ചോദിച്ചു കഴിഞ്ഞാൽ അദ്വൈതാശ്രമം, കാലടി, ആലുവ, മലയാറ്റൂർ പള്ളി പഠിക്കുക. ആദ്യത്തെ കോൺക്രീറ്റ് അണക്കെട്ട്, അതായത് കേരളത്തിലെ ആദ്യത്തെ കോൺക്രീറ്റ് അണക്കെട്ട് എന്നറിയപ്പെടുന്നത് മാട്ടുപ്പെട്ടി അണക്കെട്ടാണ്. ഇത് നിർമ്മിച്ചിരിക്കുന്നത് ഏത് നദിക്ക് കുറുകെയാ? നമ്മുടെ പെരിയാർ നദിക്ക് കുറുകെയാണ്. പഠിക്കുക. അടുത്തതായി നമുക്ക് പഠിക്കേണ്ട നദിയാണ് ഭാരതപ്പുഴ. ഏതാണ്? ഭാരതപ്പുഴ. നമുക്ക് നോക്കാം ഭാരതപ്പുഴയെ പറ്റി. ഭാരതപ്പുഴയുടെ നീളം 209 കിലോമീറ്റർ. ഭാരതപ്പുഴയുടെ നീളം എത്രയാണ്? 209 കിലോമീറ്റർ. ഉത്ഭവസ്ഥാനം ആനമലകളിൽ നിന്നും. നമ്മുടെ ഭാരതപ്പുഴയുടെ ഉത്ഭവസ്ഥാനം ഏതാണ്? ആനമലകളിൽ നിന്നുമാണ്. ഭാരതപ്പുഴയുടെ വിഷ്ണു പ്രദേശത്തിന്റെ വ്യാപ്തി 6186 സ്ക്വയർ കിലോമീറ്റർ ആണ്. ഭാരതപ്പുഴയുടെ വൃഷ്ടി പ്രദേശത്തിന്റെ വ്യാപ്തി ചോദിച്ചാൽ 6186 സ്ക്വയർ കിലോമീറ്റർ ആണ്. കേരളത്തിലെ രണ്ടാമത്തെ ഏറ്റവും വലിയ നദി എന്നറിയപ്പെടുന്നത് ഭാരതപ്പുഴ. കേരളത്തിലെ രണ്ടാമത്തെ ഏറ്റവും വലിയ നദി എന്നറിയപ്പെടുന്നത് ഭാരതപ്പുഴയാണ്. കേരളത്തിന്റെ നൈൽ എന്നറിയപ്പെടുന്ന നദി ഭാരതപ്പുഴ. കേരളത്തിന്റെ നൈൽ എന്നറിയപ്പെടുന്ന നദി ഏതാണ്? ഭാരതപ്പുഴയാണ്. ഒന്നുകൂടി പറയാം, അത്രയും പോയിന്റ്സ് ശ്രദ്ധിക്കുക. ഭാരതപ്പുഴയുടെ നീളം എന്ന് പറയുന്നത് 209 കിലോമീറ്റർ. ഉത്ഭവസ്ഥാനം ആനമലകളിൽ നിന്നും. ഭാരതപ്പുഴയുടെ വൃഷ്ടിപ്രദേശ വ്യാപ്തി എത്രയാണ്? 6186 സ്ക്വയർ കിലോമീറ്റർ ആണ്. കേരളത്തിലെ രണ്ടാമത്തെ ഏറ്റവും വലിയ നദി എന്ന് ചോദിച്ചാൽ അത് ഭാരതപ്പുഴയാണ്. കേരളത്തിന്റെ നൈലെന്ന് തന്നെ വിശേഷിപ്പിക്കപ്പെടുന്ന നദി ഏതാണ്? ഭാരതപ്പുഴയാണ്. ഇനി ഭാരതപ്പുഴ അറിയപ്പെടുന്ന മറ്റു കുറച്ച് പേരുകളുണ്ട്. ഇത് PSCയുടെ സ്ഥിരം ചോദ്യ മേഖലയാണ്. നമുക്ക് പഠിക്കാം. ശോകനാശിനി പുഴ, നിള, പേരാർ, പൊന്നാനിപ്പുഴ. എന്തൊക്കെയാണ് ഭാരതപ്പുഴയുടെ മറ്റു പേരുകൾ? ശോകനാശിനി പുഴ,
നിള, പേരാർ, പൊന്നാനിപ്പുഴ. ഇതിൽ ഏറ്റവും കൂടുതൽ PSC ഉദ്യോഗാർത്ഥി തെറ്റിക്കുന്നതാണ് പേരാർ എന്നുള്ളത്. പേരാർ എന്ന് കേട്ട് കഴിഞ്ഞാൽ ഒന്നുകിൽ നമ്മൾ ആദ്യം ചെന്ന് വീഴാൻ പോകുന്നത് പെരിയാറിലായിരിക്കും, അല്ലെന്നുണ്ടെങ്കിൽ നമ്മൾ നേരെ പമ്പയിൽ ചെന്ന് വീഴും. ഇത് എല്ലാ ഉദ്യോഗാർത്ഥികൾക്കുമുള്ള പ്രശ്നമാണ്. അപ്പോൾ ശ്രദ്ധിച്ചു വേണം നിങ്ങൾ പരീക്ഷ എഴുതാനായിട്ട്. പേരാർ എന്നറിയപ്പെടുന്നത് ഭാരതപ്പുഴയാണ്. പേരാർ എന്ന പേരിൽ അറിയപ്പെടുന്ന നദി ഏതാണ്? ഭാരതപ്പുഴയാണ്. അത് എടുത്തു തന്നെ പഠിച്ചോളനെ, ഇമ്പോർട്ടന്റ് ആണ്. അപ്പോ നമ്മുടെ ഭാരതപ്പുഴ അറിയപ്പെടുന്ന മറ്റു പേരുകൾ എന്തൊക്കെയാണ്? ശോകനാശിനി പുഴ, നിള, പേരാർ, പൊന്നാനിപ്പുഴ. ഇതിൽ ഏറ്റവും കൂടുതൽ PSC പ്രീവിയസ് ആയി ചോദിച്ചത് പേരാർ എന്നറിയപ്പെടുന്ന നദി ഏതെന്നാണ്. എന്നിട്ട് ഓപ്ഷൻ A ആയിട്ട് തന്നെ ആര് കാണും വില്ലനായിട്ട്? നമ്മുടെ പെരിയാർ കാണും. തെറ്റരുത്, ആരാണ്? ഭാരതപ്പുഴയാണ്. പേരാർ എന്ന പേരിൽ അറിയപ്പെടുന്നത് പഠിക്കുക. കേരള കലാമണ്ഡലം സ്ഥിതി ചെയ്യുന്നത് ഭാരതപ്പുഴയുടെ തീരത്താണ്. പഠിച്ചോളനെ, ഇമ്പോർട്ടന്റ് ആണ്. കേരള കലാമണ്ഡലം സ്ഥിതി ചെയ്യുന്നത് ഭാരതപ്പുഴയുടെ തീരത്താണ്. കേരള കലാമണ്ഡലം സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ്? ഭാരതപ്പുഴയുടെ തീരത്താണ്. മിനി പമ്പ പദ്ധതി സ്ഥിതി ചെയ്യുന്നത് ഭാരതപ്പുഴയുടെ തീരത്താണ്. അന്നൊരിക്കല് PSC ഒരു 4-5 തവണ പ്രീവിയസ് ആയി ചോദിച്ചിരുന്നു. മിനി പമ്പ പദ്ധതി എവിടെയാണ് സ്ഥിതി ചെയ്യുന്നത് ചോദിച്ചാല് നമ്മുടെ ഭാരതപ്പുഴയുടെ തീരത്താണ്. ഒന്നുമില്ല സുഹൃത്തുക്കളെ, മിനി പമ്പ പദ്ധതി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തെറ്റരുത് സുഹൃത്തുക്കൾക്ക് ഒരിക്കലും. അതുകൊണ്ടാണ് ഇങ്ങനെ ജസ്റ്റ് ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്ത് പറയുന്നത്. നമ്മുടെ ശബരിമലയിൽ എത്തുന്ന, പ്രത്യേകിച്ച് ഈ പറയുന്ന നോർത്ത് നിന്നൊക്കെ വരുന്ന ഭക്തജനങ്ങൾക്ക് താമസിക്കുവാനും അതുപോലെ തന്നെ അവർക്ക് ഭക്ഷണം, അതുപോലെ അവരുടെ സൗകര്യങ്ങള്, അല്ലെങ്കിൽ അവർക്ക് മെഡിക്കൽ സൗകര്യം, ഇങ്ങനെയൊക്കെ ഏർപ്പെടുന്നതിന് വേണ്ടിയിട്ട് നമ്മുടെ കേരള സർക്കാർ എന്ത് ചെയ്തു? ഭാരതപ്പുഴയുടെ തീരത്ത് ഒരു ചെറിയ സെറ്റിൽമെന്റ് പോലെ ചെയ്തു കേട്ടോ. അല്ലെങ്കിൽ ഒരു സെറ്റിൽമെന്റ് ആയിട്ട് അവർക്ക് വേണ്ടിയിട്ട് വരുന്നവർക്ക് താമസിക്കാനും മറ്റിനു വേണ്ടിയിട്ട് ഒരു മിനി സ്റ്റേഷൻ എന്ത് ചെയ്തു? നിർമ്മിച്ചു. ഇതിനറിയപ്പെടുന്ന പേരാണ് മിനി പമ്പ പദ്ധതി എന്ന്. ഇത് പമ്പ നദിയുമായിട്ട് യാതൊരു ബന്ധവുമില്ലേ? മിനി പമ്പ പദ്ധതിക്ക് പമ്പയുമായിട്ട് യാതൊരു ബന്ധവുമില്ല. മിനി പമ്പ പദ്ധതി എവിടെയാണ് സ്ഥിതി എന്ന് ചോദിച്ചാൽ അത് ഭാരതപ്പുഴയിലാണ്. അന്ന് ഒത്തിരി ഉദ്യോഗാർത്ഥികൾക്ക് നെഗറ്റീവ് വാങ്ങിച്ചു കൊടുത്ത പോയിന്റ് ആണ്. മിനി പമ്പ പദ്ധതി സ്ഥിതി ചെയ്യുന്നത് എവിടെയെന്ന് ചോദിച്ചാൽ അത് ഭാരതപ്പുഴയിലാണ്. പഠിക്കുക. മാമാങ്കം ആഘോഷിച്ചിരുന്ന തിരുനാവായ സ്ഥിതി ചെയ്യുന്നത് നമ്മുടെ ഭാരതപ്പുഴയുടെ തീരത്താണ്. ഇമ്പോർട്ടന്റ് ആണ്. മാമാങ്കം ആഘോഷിച്ചിരുന്ന തിരുനാവായ സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ്? നമ്മുടെ ഭാരതപ്പുഴയുടെ തീരത്താണ്. പഠിക്കുക. നിളയുടെ കഥാകാരൻ എന്നറിയപ്പെടുന്നത് MT വാസുദേവൻ നായരാണ്. നിളയുടെ കഥാകാരൻ എന്നറിയപ്പെടുന്നത് MT വാസുദേവൻ നായരും നിളയുടെ കവി എന്നറിയപ്പെടുന്നത് P കുഞ്ഞിരാമൻ നായരുമാണ്. ഇത് രണ്ടും PSC ഒരുപാട് തവണ പ്രീവിയസ് ആയി ചോദിച്ച ചോദ്യമാണ്. നിളയുടെ കഥാകാരൻ ആരെന്ന് ചോദിച്ചാൽ MT വാസുദേവൻ നായരും, നിളയുടെ കവി ആരെന്ന് ചോദിച്ചാൽ അത് P കുഞ്ഞിരാമൻ നായരുമാണ്. പഠിച്ചോളനെ, ഇമ്പോർട്ടന്റ് ആണ്. ഒന്നുകൂടി പറയാം. കേരള കലാമണ്ഡലം സ്ഥിതി ചെയ്യുന്നത് ഏത് നദിയുടെ തീരത്താ? ഭാരതപ്പുഴയുടെ തീരത്താണ്. മിനി പമ്പ പദ്ധതി സ്ഥിതി ചെയ്യുന്നത് ഭാരതപ്പുഴയിലാണ്. അപ്പൊ മിനി പമ്പയുമായിട്ട് പമ്പ നദിക്ക് യാതൊരു ബന്ധവും ഇല്ലാന്ന് ഇവിടെ വെച്ചങ്ങ് പഠിച്ചു വെക്കുക. മാമാങ്കം ആഘോഷിച്ചിരുന്ന തിരുനാവായ സ്ഥിതി ചെയ്യുന്നത് ഭാരതപ്പുഴയുടെ തീരത്താണ്. നിളയുടെ കലാകാരൻ എന്നറിയപ്പെടുന്നത് MT വാസുദേവൻ നായരും നിളയുടെ കവി എന്നറിയപ്പെടുന്നത് P കുഞ്ഞിരാമൻ നായരുമാണ്. പഠിക്കുക. ഇനിയാണ് നമുക്ക് ഭാരതപ്പുഴയുടെ പ്രധാന പോഷക നദികൾ പഠിക്കാനുള്ളത്. നമുക്ക് നോക്കാം സുഹൃത്തുക്കളെ, ഭാരതപ്പുഴയുടെ പ്രധാന പോഷക നദികൾ. ഒന്നാമത്തത് ഗായത്രിപ്പുഴ, രണ്ടാമത്തത് കണ്ണാടിപ്പുഴ, മൂന്നാമത്തത് കൽപ്പാത്തിപ്പുഴ, നാലാമത്തത് തൂതപ്പുഴ. ഇതിനകത്ത് നിന്ന് ഒരു ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് ഉറപ്പായിട്ടും പ്രതീക്ഷിക്കാം. അത്രയും ഇമ്പോർട്ടന്റ് ആണ്. അപ്പോ പ്രധാനപ്പെട്ട നമ്മുടെ ഭാരതപ്പുഴയുടെ പോഷക നദികൾ ഏതൊക്കെയാണ്? ഗായത്രിപ്പുഴ, കണ്ണാടിപ്പുഴ, കൽപ്പാത്തിപ്പുഴ, തൂതപ്പുഴ എന്നിവയാണ്. ഇത് പഠിക്കാനായിട്ട് നമ്മുടെ പണ്ടത്തെ ക്ലാസ്സിലെ ഒരു കോഡ് പറഞ്ഞിരുന്നു. ആ കോഡ് ഞാൻ ഈ കടമെടുക്കുവാണ്. നമുക്കപ്പോ പഠിക്കാം. ഭരത ഗായത്രി കണ്ണാടി വെച്ച് കൽപ്പാത്തി തൂക്കുന്നു എന്നങ്ങ് പഠിക്കുക. ഭരത ഗായത്രി കണ്ണാടി വെച്ച് കൽപ്പാത്തി തൂക്കുന്നു എന്നങ്ങ് പഠിക്കുക. വീണ്ടും കോഡ് പറയുന്നു, ശ്രദ്ധിച്ചോളനെ. ഭരത ഗായത്രി കണ്ണാടി വെച്ച് കൽപ്പാത്തി തൂക്കുന്നു എന്നങ്ങ് പഠിക്കുക. ഇതിൽ ഭരത എന്ന് വിളിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ഭാരതപ്പുഴ, ഗായത്രി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഗായത്രിപ്പുഴ, കണ്ണാടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കണ്ണാടിപ്പുഴ, കൽപ്പാത്തി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കൽപ്പാത്തിപ്പുഴ, തൂക്കുന്നു എന്ന് പറഞ്ഞാൽ തൂതപ്പുഴ. ഭാരതപ്പുഴയുടെ പ്രധാനപ്പെട്ട 4 പോഷക നദിയും കിട്ടിയേ. ഒന്നുമില്ല കോഡ്, ഒന്നുകൂടി പറയാം. ഭരത ഗായത്രി കണ്ണാടി വെച്ച് കൽപ്പാത്തി തൂക്കുന്നു എന്നങ്ങ് പഠിക്കുക. ഇതിൽ ഭരത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭാരതപ്പുഴ, ഗായത്രി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഗായത്രിപ്പുഴ, കണ്ണാടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കണ്ണാടിപ്പുഴ, കൽപ്പാത്തി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കൽപ്പാത്തിപ്പുഴ, തൂക്കുന്നു എന്ന് പറഞ്ഞാല് തൂതപ്പുഴ എന്നാണ് പഠിക്കുക. ഭാരതപ്പുഴയിൽ സ്ഥിതി ചെയ്യുന്ന ഏറ്റവും വലിയ അണക്കെട്ടാണ് മലമ്പുഴ ഡാം അല്ലെങ്കിൽ മലമ്പുഴ അണക്കെട്ട്. ഭാരതപ്പുഴയിൽ സ്ഥിതി ചെയ്യുന്ന ഏറ്റവും വലിയ അണക്കെട്ട് ഏതാണ്? മലമ്പുഴ അണക്കെട്ടാണ്. കേരളത്തിലെ ഏറ്റവും വലിയ അണക്കെട്ട് എന്നറിയപ്പെടുന്നത് മലമ്പുഴയാണ്. അതും പഠിച്ചോളണേ. ഭാരതപ്പുഴയിൽ സ്ഥിതി ചെയ്യുന്ന ഏറ്റവും വലിയ അണക്കെട്ട് എന്ന് ചോദിച്ചാൽ അത് മലമ്പുഴയാണ്.
കേരളത്തിലെ ഏറ്റവും വലിയ അണക്കെട്ട് എന്ന് ചോദിച്ചാലും അതാരാണ്? മലമ്പുഴയാണ്. പഠിക്കുക. ഇപ്പോഴും സുഹൃത്തുക്കൾക്ക് കൺഫ്യൂഷൻ കാണും. ഇടുക്കി അണക്കെട്ടല്ല കേട്ടോ. കേരളത്തിലെ ഏറ്റവും വലിയ അണക്കെട്ട് എന്ന് ചോദിച്ചാൽ അത് മലമ്പുഴ തന്നെയാണ്. പഠിച്ചു വെച്ചേക്കുക, മൈനസ് വരുത്തല്ലേ, ഇമ്പോർട്ടന്റ് ആണ്. കേരളത്തിലെ ഏറ്റവും വലിയ അണക്കെട്ട് എന്ന് ചോദിച്ചാൽ അത് മലമ്പുഴ അണക്കെട്ടാണ്. അത് സ്ഥിതി ചെയ്യുന്നത് ഭാരതപ്പുഴയിലാണ്. പഠിക്കുക. ഭാരതപ്പുഴയുടെ അഴിമുഖത്ത് സ്ഥിതി ചെയ്യുന്ന മത്സ്യബന്ധന തുറമുഖമാണ് പൊന്നാനി തുറമുഖം. ഇമ്പോർട്ടന്റ് ആണ്. ഭാരതപ്പുഴയുടെ അഴിമുഖത്ത് സ്ഥിതി ചെയ്യുന്ന മത്സ്യബന്ധന തുറമുഖമാണ് പൊന്നാനി തുറമുഖം. നമുക്ക് മത്സ്യബന്ധന കേന്ദ്രങ്ങളെ കുറിച്ചിട്ട് ഒരു ടോപ്പിക്ക് കൃത്യമായിട്ട് നമ്മുടെ LGS-നകത്ത് എടുത്തു പറഞ്ഞിട്ടുണ്ട് ടോപ്പിക്കിനകത്ത്. അപ്പൊ അതുകൊണ്ട് നമുക്കത് പഠിക്കേണ്ടതുണ്ട്. സിലബസിൽ പറഞ്ഞിരിക്കുന്നതാണ്. അത് പഠിക്കാതെ പോവല്ലേ. ഭാരതപ്പുഴയുടെ അഴിമുഖത്ത് സ്ഥിതി ചെയ്യുന്ന മത്സ്യബന്ധന തുറമുഖം എന്ന് ചോദിച്ചാൽ അത് പൊന്നാനി തുറമുഖമാണ്. പഠിക്കുക. ഗാന്ധിജി, ജവഹർലാൽ നെഹ്റു, ലാൽ ബഹദൂർ ശാസ്ത്രി എന്നിവരുടെ ചിതാഭസ്മം ഭാരതപ്പുഴയിൽ നിക്ഷേപിച്ചത് കേരളത്തിൽ എവിടെ വെച്ചാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് തിരുനാവായയിൽ വെച്ചാണ്. ഇവിടെ നിന്ന് 2 പോയിന്റ് നമ്മൾ പഠിക്കുന്നു. ഗാന്ധിജി, ജവഹർലാൽ നെഹ്റു, ലാൽ ബഹദൂർ ശാസ്ത്രി എന്നിവരുടെ ചിതാഭസ്മം കേരളത്തിലെ ഏതു നദിയിലാണ് നിക്ഷേപിച്ചതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് ഭാരതപ്പുഴയിലാണ്. എവിടെ വെച്ചാണ് നിക്ഷേപിച്ചതെന്ന് ചോദിച്ചാൽ അത് തിരുനാവായയിലാണ്. വീണ്ടും പറയുന്നു, ഗാന്ധിജി, ജവഹർലാൽ നെഹ്റു, ലാൽ ബഹദൂർ ശാസ്ത്രി എന്നിവരുടെ ചിതാഭസ്മം കേരളത്തിലെ ഏതു നദിയിലാണ് നിമജ്ജനം ചെയ്തതെന്ന് ചോദിച്ചാൽ അല്ലെങ്കിൽ നിക്ഷേപിച്ചതെന്ന് ചോദിച്ചാൽ അത് ഭാരതപ്പുഴയിലാണ്. ഇത് കേരളത്തിലെ ഏതു പ്രദേശത്ത് വെച്ചാണ് ചെയ്തതെന്ന് ചോദിച്ചാൽ അത് തിരുനാവായയാണ്. പഠിക്കുക. ഭാരതപ്പുഴ ഒഴുകുന്ന കേരളത്തിലെ ജില്ലകൾ പാലക്കാട്, മലപ്പുറം, തൃശൂർ ജില്ല. ഇപ്പോഴങ്ങോട്ട് ചോദിച്ചതേ ഉള്ളൂ. ഇമ്പോർട്ടന്റ് ആണ്. ഭാരതപ്പുഴ ഒഴുകുന്ന ജില്ലകൾ ഏതൊക്കെയാണ്? പാലക്കാട് ജില്ല, മലപ്പുറം ജില്ല, തൃശൂർ ജില്ല. വീണ്ടും പറയുന്നു, ഭാരതപ്പുഴ ഒഴുകുന്ന ജില്ലകൾ പാലക്കാട് ജില്ല, മലപ്പുറം ജില്ല, തൃശൂർ ജില്ലയാണ്. ഭാരതപ്പുഴ പതിക്കുന്നത് അറബിക്കടലിലാണ്. ഇമ്പോർട്ടന്റ് ആണ്. ഭാരതപ്പുഴ പതിക്കുന്നത് എവിടെയാണ്? അറബിക്കടലിലാണ്. ഇനി എവിടെ വെച്ചാണ് ഭാരതപ്പുഴ അറബിക്കടലിൽ പതിക്കുന്നത് ചോദിച്ചാൽ പൊന്നാനി വെച്ചാണ് കേട്ടോ. അതുകൊണ്ടാണ് പൊന്നാനിയിൽ അഴിമുഖം ഉണ്ടായത്. ആ അഴിമുഖത്തിലാണ് എന്ത് സ്ഥിതി ചെയ്യുന്നത്? പൊന്നാനി തുറമുഖം സ്ഥിതി ചെയ്യുന്നത്. പൊന്നാനി തുറമുഖം എന്താ? ഒരു പ്രധാനപ്പെട്ട മത്സ്യബന്ധന കേന്ദ്രമാണ്. പഠിക്കുക. ഒന്നുകൂടി പറയാം. ഭാരതപ്പുഴയിൽ സ്ഥിതി ചെയ്യുന്ന ഏറ്റവും വലിയ അണക്കെട്ട് ചോദിച്ചാൽ മലമ്പുഴ ഡാമാണ്. കേരളത്തിലെ ഏറ്റവും വലിയ അണക്കെട്ട് ചോദിച്ചാൽ അത് മലമ്പുഴ ഡാമാണ്. ഭാരതപ്പുഴയുടെ അഴിമുഖത്ത് സ്ഥിതി ചെയ്യുന്ന പ്രധാന മത്സ്യബന്ധന തുറമുഖം ചോദിച്ചാൽ അത് പൊന്നാനി തുറമുഖം. ഗാന്ധിജി, ജവഹർലാൽ നെഹ്റു, ലാൽ ബഹദൂർ ശാസ്ത്രി എന്നിവരുടെ ചിതാഭസ്മം നിമജ്ജനം ചെയ്തിരിക്കുന്ന കേരളത്തിലെ നദി എന്ന് ചോദിച്ചാൽ അത് ഭാരതപ്പുഴയാണ്. എവിടെ വെച്ചാണ് നിമജ്ജനം ചെയ്തത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് തിരുനാവായയിൽ വെച്ചാണ്. ഭാരതപ്പുഴ ഒഴുകുന്ന ജില്ലകൾ പഠിക്കുക. പാലക്കാട്, മലപ്പുറം, തൃശൂർ എന്നിവയാണ്. ഭാരതപ്പുഴ പതിക്കുന്നത് കടൽ എന്ന് ചോദിച്ചാൽ അത് അറബിക്കടലാണ്. ഭാരതപ്പുഴ പതിക്കുന്നത് എവിടെയാണ്? അറബിക്കടല. എവിടെ വെച്ചാണ്? പൊന്നാനിയിൽ വെച്ചാണ്. ഭാരതപ്പുഴയ്ക്ക് ശോകനാശിനി പുഴ എന്ന പേര് നൽകിയ വ്യക്തിയായിരുന്നു ചോദിച്ചു കഴിഞ്ഞാൽ തുഞ്ചത്ത് രാമാനുജൻ എഴുത്തച്ഛനാണ്. പഠിച്ചോളനെ. ഭാരതപ്പുഴയ്ക്ക് ശോകനാശിനി പുഴ അല്ലെങ്കിൽ ശോകം, ദുഃഖങ്ങള് ശമിപ്പിക്കുന്ന പുഴ എന്ന പേര് അല്ലെങ്കിൽ അങ്ങനെ വിളിച്ചതാരി എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് തുഞ്ചത്ത് രാമൻ എഴുത്തച്ഛനാണ്. നമ്മുടെ എഴുത്തച്ഛൻ തന്നെ കേട്ടോ. അദ്ദേഹമാണ് ഭാരതപ്പുഴ എന്തെന്ന് വിളിച്ചത്? ശോകങ്ങൾ നശിപ്പിക്കുന്ന പുഴ എന്നർത്ഥം വരുന്ന ശോകനാശിനി പുഴ എന്ന പേര് നൽകിയത്. ഭാരതപ്പുഴയുമായി പോഷക നദിയായ ഗായത്രി പുഴ ചേരുന്നത് മറയന്നൂരിൽ വെച്ചാണ്. ഇനി ഇങ്ങനെയുള്ള പോയിന്റ് പഠിച്ചോളനെ. ഭാരതപ്പുഴ പോഷക നദിയായ ഗായത്രി പുഴയുമായിട്ട് ചേരുന്നത് എവിടെ വെച്ചാണ്? മറയന്നൂരിൽ വെച്ചാണ്. ഭാരതപ്പുഴയെയും പോഷക നദിയായ കണ്ണാടിപ്പുഴയും തമ്മിൽ കൂടിച്ചേരുന്നത് പറളിയിൽ വെച്ചാണ്. ഇത് പ്രീവിയസ് ആയി ചോദിച്ചതാണ്. ഭാരതപ്പുഴയും പോഷക നദിയായ കണ്ണാടിപ്പുഴയും എവിടെ വെച്ചാണ് കണ്ടുമുട്ടുന്നത് അല്ലെങ്കിൽ കൂടിച്ചേരുന്നതെന്ന് ചോദിച്ചാൽ അത് പറളി എന്ന് പറയുന്ന പ്രദേശത്ത് വെച്ചാണ്. എവിടെയാണ്? പറളി എന്ന് പറയുന്ന പ്രദേശത്ത് വെച്ചാണ്. ചിറ്റൂർ പുഴ എന്ന പേരിൽ അറിയപ്പെട്ടിരുന്ന ഭാരതപ്പുഴയുടെ പോഷക നദിയാണ് കണ്ണാടിപ്പുഴ. ചിറ്റൂർ പുഴ എന്ന പേരിൽ അറിയപ്പെട്ടിരുന്ന ഭാരതപ്പുഴയുടെ പോഷക നദി എന്ന് ചോദിച്ചാൽ അത് കണ്ണാടിപ്പുഴയാണ്. ഇതും PSC പ്രീവിയസ് ആയി ചോദിച്ചതാണ്. അപ്പൊ ഒന്നുകൂടി പറയാം. ഭാരതപ്പുഴയുടെ അഴിമുഖത്ത് സ്ഥിതി ചെയ്യുന്ന മത്സ്യബന്ധന തുറമുഖം ഏതായിരുന്നു? പൊന്നാനി ആയിരുന്നു. ഭാരതപ്പുഴയ്ക്ക് ശോകനാശിനി പുഴ എന്ന പേര് നൽകിയ വ്യക്തി ആരാണ്? തുഞ്ചത്ത് രാമാനുജൻ എഴുത്തച്ഛനാണ് അല്ലെങ്കിൽ നമ്മുടെ എഴുത്തച്ഛനാണ്. ഭാരതപ്പുഴയുടെ പോഷക നദിയായ ഗായത്രി പുഴ ഭാരതപ്പുഴയുമായിട്ട് ചേർന്ന് എവിടെ വെച്ചാണ്? മറയന്നൂർ എന്ന് പറയുന്ന പ്രദേശത്ത് വെച്ചാണ്. ഭാരതപ്പുഴയുടെ പോഷക നദിയായ കണ്ണാടിപ്പുഴ കൂടി ചേർന്നത് എവിടെ വെച്ചാണ്? പറളി എന്ന് പറയുന്ന പ്രദേശത്ത് വെച്ചിട്ടാണ്. ചിറ്റൂർ പുഴ എന്ന പേരിൽ അറിയപ്പെട്ടിരുന്ന ഭാരതപ്പുഴയുടെ പോഷക നദിയാണ് കണ്ണാടിപ്പുഴ. പഠിക്കുക. നിളയുടെ തീരത്തെ പ്രശസ്തമായ കലാരൂപമാണ് തൊൽപ്പാവക്കൂത്ത്. ഇതൊക്കെയായിരിക്കും ഇനി ചോദിക്കുന്നത്. നിളയുടെ തീരത്തെ പ്രശസ്തമായ കലാരൂപം എന്നറിയപ്പെടുന്നത് തൊൽപ്പാവക്കൂത്താണ്. പഠിക്കുക. കേരളത്തിൽ ഉരുക്കു തടയണ നിർമ്മിക്കപ്പെട്ടത് ഭാരതപ്പുഴയിലാണ്. കേരളത്തിൽ ആദ്യമായിട്ട് ഉരുക്കു തടയണ നിർമ്മിക്കപ്പെട്ടത് ഭാരതപ്പുഴയ്ക്ക് കുറുകയാണ്. പഠിക്കുക. ഭാരതപ്പുഴയുമായി ബന്ധപ്പെട്ട് കുറ്റിപ്പുറപ്പാലം എന്ന കവിത രചിച്ചത് ഇടശ്ശേരിയാണ്. ഒരുപാട് തവണ ചോദിച്ചിട്ടുണ്ട്.
നമ്മുടെ കേരളത്തിലെ ആദ്യത്തെ പരിസ്ഥിതി കവിത എന്നൊക്കെ അറിയപ്പെടുന്നത് ഏതാണ്? കുറ്റിപ്പുറം പാലമാണ്. അപ്പൊ ഈ കുറ്റിപ്പുറം പാലം എന്ന് പറയുന്ന കവിതയ്ക്ക് ആസ്പദമാക്കിയിട്ടുള്ള പാലം ഏതു നദിക്ക് കുറുകയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് ഭാരതപ്പുഴയ്ക്ക് കുറുകയാണ്. ഇനി കുറ്റിപ്പുറം പാലം എഴുതിയതാരാണ്? ഇടശ്ശേരിയാണ്. അപ്പോ നിളയുടെ തീരത്തെ പ്രശസ്തമായ കലാരൂപം എന്നറിയപ്പെടുന്നത് തൊൽപ്പാവക്കൂത്താണ്. കേരളത്തിൽ ഉരുക്കു തടയണ ആദ്യമായി നിർമ്മിക്കപ്പെട്ടത് ഭാരതപ്പുഴയ്ക്ക് കുറുകയാണ്. ഭാരതപ്പുഴയുമായി ബന്ധപ്പെട്ട് കുറ്റിപ്പുറം പാലം എന്ന കവിത രചിച്ചതാരാണ്? ഇടശ്ശേരിയാണ്. പഠിക്കുക. സുഹൃത്തുക്കളെ, ഇനി കേരളത്തിലെ നദികളുമായി ബന്ധപ്പെട്ട കുറച്ച് റെയർ ഫാക്ട്സ് നമ്മൾ പഠിക്കാൻ പോവുകയാണ്. മിക്കവാറും ഈ ഭാഗത്ത് നിന്നൊക്കെ ചോദ്യങ്ങൾ ഉണ്ടാകും, പ്രത്യേകിച്ച് റാങ്ക് മേക്കിംഗ് ആയിട്ട്. അപ്പോൾ എല്ലാ ക്ലാസ്സുകളിലും നമുക്ക് കുറച്ച് റെയർ ഫാക്ട്സ് വെച്ച് അങ്ങ് പഠിച്ചു പോകേണ്ടതുണ്ട്. നമുക്ക് നോക്കാം കേരളത്തിലെ നദികളുമായി ബന്ധപ്പെട്ട കുറച്ച് റെയർ ഫാക്ട്സ്. ഉളിയന്നൂർ ദ്വീപ് കാണപ്പെടുന്ന നദി പെരിയാർ നദി. ഉളിയന്നൂർ ദ്വീപ് സ്ഥിതി ചെയ്യുന്ന നദി ഏതാണ്? പെരിയാർ നദിയാണ്. ഉളിയന്നൂർ ദ്വീപ് സ്ഥിതി ചെയ്യുന്ന നദി ഏതാണ്? പെരിയാർ നദിയാണ്. വിവാദമായ പാത്രക്കടവ് പദ്ധതി നിർമ്മിക്കാൻ ഉദ്ദേശിച്ചിരുന്നത് കുന്തിപ്പുഴയിലാണ്. വിവാദമായ പാത്രക്കടവ് ജലവിദ്യുത് പദ്ധതി നിർമ്മിക്കാൻ ഉദ്ദേശിച്ചിരുന്നത് എവിടെയാണ്? കുന്തിപ്പുഴയിലാണ്. കരിമ്പുഴ എന്നും ഒരുവൻപുരം പുഴ എന്നും അറിയപ്പെട്ടിരുന്ന നദി കടലുണ്ടിപ്പുഴ. ഇതൊക്കെ പഠിച്ചോളനെ, ഇമ്പോർട്ടന്റ് ആണ്. കരിമ്പുഴ എന്നും ഒരുവൻപുരം പുഴ എന്ന പേരിലും അറിയപ്പെടുന്ന നദി ഏതാണ്? അത് നമ്മുടെ കടലുണ്ടിപ്പുഴയാണ്. ഉത്തര മലബാറിൽ ജലോത്സവത്തിന് വേദിയാകുന്ന നദി എന്ന് ചോദിച്ചാൽ അത് തേജസ്വിനി പുഴ. പഠിക്കണേ, ഉത്തര മലബാറിന്റെ ജലോത്സവത്തിന് വേദിയാകുന്ന നദി ഏതാണ്? തേജസ്വിനി പുഴയാണ്. ചതുപ്പ് നിലങ്ങളിൽ അവസാനിക്കുന്ന കേരളത്തിലെ ഏക നദിയാണ് പുഴയ്ക്കൽ പുഴ. ഇത് ഒഴുകുന്ന എവിടെയാണ്? തൃശ്ശൂർ ജില്ലയിലൂടെയാണ് കേട്ടോ. ചതുപ്പ് നിലങ്ങളിൽ അവസാനിക്കുന്ന കേരളത്തിലെ ഏക നദി എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് പുഴയ്ക്കൽ പുഴയാണ്. ഇത് സ്ഥിതി ചെയ്യുന്നത് തൃശ്ശൂർ ജില്ലയിലാണ്. വീണ്ടും പറയുന്നു, ഉളിയന്നൂർ ദ്വീപ് കാണപ്പെടുന്ന നദി പെരിയാർ നദി. വിവാദമായ പാത്രക്കടവ് പദ്ധതി നിർമ്മിക്കാൻ ഉദ്ദേശിച്ചിരിക്കുന്ന നദി എന്ന് ചോദിച്ചാൽ അത് കുന്തിപ്പുഴയാണ്. കരിമ്പുഴ എന്നും ഒരുവൻപുരം പുഴ എന്നും അറിയപ്പെടുന്നത് കടലുണ്ടിപ്പുഴയാണ്. ഉത്തര മലബാർ ജലോത്സവത്തിന് വേദിയാകുന്ന നദി എന്ന് ചോദിച്ചാൽ അത് തേജസ്വിനി പുഴയാണ്. ചതുപ്പ് നിലങ്ങളിൽ അവസാനിക്കുന്ന കേരളത്തിലെ ഏക നദി ചോദിച്ചാൽ അത് പുഴയ്ക്കൽ പുഴയാണ്. അത് സ്ഥിതി ചെയ്യുന്നത് തൃശ്ശൂർ ജില്ലയിലാണ്. പഠിക്കുക. അപ്പോ ഇത്രയുമായിരുന്നു നമ്മുടെ കേരള ഭൂമിശാസ്ത്രവുമായി ബന്ധപ്പെട്ട് കേരളത്തിലെ നദികളെ കുറിച്ച് നമ്മൾ പഠിച്ചത്. ഇത് പാർട്ട് 1 മാത്രമാണ്. ഇതിന്റെ സെക്കൻഡ് പാർട്ട് ഉടൻ തന്നെ അപ്ലോഡ് ആകുന്നതാണ്. സുഹൃത്തുക്കൾ ശ്രദ്ധിച്ച് വ്യക്തമായിട്ട് പഠിക്കുക. ഇത്രയും നേരം ഈ വീഡിയോ കണ്ട സുഹൃത്തുക്കൾ എല്ലാവർക്കും നന്ദി, നമസ്കാരം. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ നിങ്ങളുടെ സുഹൃത്തുക്കൾ കൂടി ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. അതിനോടൊപ്പം തന്നെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സഹായിക്കുക. സബ്സ്ക്രൈബ് ബട്ടണോട് ചേർന്നുള്ള ബെൽ ബട്ടൺ അമർത്തി കഴിഞ്ഞാൽ നമ്മൾ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോകൾ അപ്പോൾ തന്നെ സുഹൃത്തുക്കളെ നിങ്ങളെത്തുന്നതാണ്. സുഹൃത്തുക്കൾ എല്ലാവർക്കും നന്ദി, നമസ്കാരം. നല്ലൊരു ദിവസം നേരുന്നു.